അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗവും ഈ സംഘടനയ്ക്ക് വേണ്ടി മാറ്റിയ കോട്ടയം SNDP യൂണിയന്റെ ഡ്രൈവറായിട്ട് പേര് തെളിച്ചുകൊണ്ട് നേതാക്കന്മാരെല്ലാം ഓരോ സ്ഥലങ്ങളിലും കൃത്യമായിട്ട് അവർക്ക് അറിയാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പോലും അഭിലാഷം അറിയാവുന്ന ഒരു ചരിത്ര സ്ഥലം കൂടിയാണ് അഭിലാഷം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വേർപാടുകളെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് ഹൃദയഭേദകമായിട്ടുള്ള വലിയൊരു കാര്യമാണ്. ആ വേർപാടിൽ നിന്നുകൊണ്ടാണ് അന്ന് യൂണിറ്റ് സമിതി തീരുമാനിച്ച ഒരു കാര്യം. കാരണം പലപ്പോഴും നമ്മളൊക്കെ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ഓരോരുത്തരെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ആർക്കും പലപ്പോഴും അറിയാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് ആ കുടുംബത്തിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അങ്ങനെ സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കണമെന്നാണ് തുഷാർജി ഉൾപ്പെടെയുള്ള SNDP യോഗത്തിന്റെ സമാരാധ്യരായിട്ടുള്ള നേതാക്കന്മാർ യൂത്ത് മൂവ്മെന്റുകൾക്ക് ക്ലാസ് എടുക്കുമ്പോഴും പഠന ക്ലാസ് എടുക്കുമ്പോഴും ഒക്കെ നമ്മെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള ചരിത്രം. അതുകൊണ്ട് തന്നെ അഭിലാഷിനെ കൂടെ നിർത്തുന്ന ധാർമ്മിക ഉത്തരവാദിത്വവും ധാർമ്മിക മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് യൂത്ത് മൂവ്മെന്റ് യൂണിറ്റ് സമിതി മറ്റൊന്നും ആലോചിക്കാതെ കനക ജൂബിലി ആഘോഷങ്ങളുടെ ആർഭാടങ്ങളെല്ലാം മാറ്റി മറ്റ് ആഘോഷങ്ങളെല്ലാം മാറ്റിയെടുത്തുകൊണ്ട് അഭിലാഷിന്റെ ഒരു ഭവനം, ആ ഭവനത്തിന്റെ പേര് അഭിലാഷം എന്നുള്ള അഭിലാഷിന്റെ ആഗ്രഹമായിരുന്നു അഭിലാഷം എന്ന് പറയുന്നത്. അപ്പം അവിടെ അതിനുള്ള സാഹചര്യങ്ങൾക്ക് ഒരുങ്ങിയ സമയത്താണ് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടാകി യൂത്ത് മൂവ്മെന്റ് യൂണിറ്റ് സമിതി അങ്ങനെ ഒരു നാമധേയത്തിൽ തുടങ്ങി. സുമനസ്സുകളുടെ ജാതി മതഭേദമന്യ നിരവധി ആളുകളുടെ സുമനസ്സുകളുടെ വലിയ ഒരു സപ്പോർട്ടും വലിയൊരു സഹായവും ഒക്കെ ആ വീട് നിർമ്മാണമായിട്ട് ബന്ധപ്പെടുകയും നാളുകളിൽ അതൊരു വലിയ രീതിയിൽ അവർക്ക് വിപുലീകരിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് യൂത്ത് മൂവ്മെന്റ് യൂണിറ്റ് സമിതി അതിന് നേതൃത്വം നൽകി എടുത്തത്. അങ്ങനെ ഒരു വീടിന്റെ പണിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് നമുക്കൊരു അനോണിമസ് കോൾ പോലെ നമുക്ക് വരുന്നത്. ഇവിടെ അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും നിലമല്ലൂരിൽ ഒരു സുധീന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹം പേഴ്സണായിട്ട് എന്നെ വിളിച്ചിട്ട് അദ്ദേഹം വളരെ ഇതായിട്ട് ചോദിച്ചു, നിങ്ങൾ വീട് പണിയെന്ന് പറയുന്നത് ശരിയാണോ? നിങ്ങളെ കൊണ്ട് എന്നോട് ബഡ്ജറ്റ് ഒക്കെ ചോദിച്ചു. 10 ലക്ഷം രൂപയുടെ ബഡ്ജറ്റ് ചെയ്യുന്ന വീടാണ്. അത്രയും അത് നടക്കുവോ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന്. കാരണം അദ്ദേഹത്തിന് പല അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതൊരു ചാരിറ്റി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലമൊക്കെ പിന്നീട് അറിയുമ്പോഴാണ്. കാരണം അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു അനോണിമസ് കോളാണ് എന്ന് ഞങ്ങൾ വെല്ലുവിളിക്കുന്ന പോലെ അദ്ദേഹത്തോട് പറഞ്ഞു, യൂത്ത് മൂവ്മെന്റ് യൂണിറ്റ് സമിതി ഒരു കാര്യം കോട്ടയത്ത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കും, അത് പൂർത്തീകരിക്കും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. കാരണം ഞാൻ ഇലക്ട്രീഷ്യൻ പണിക്കാരനാണ്. പല വീട്ടുകളിൽ നമ്മൾ ഇത് ചെയ്തിട്ട് പാതി വഴി ഉപേക്ഷിച്ച് പോകാറുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന ആ ഫലം പോലും മറ്റും കാണാത്ത രീതിയിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്, തെറ്റിദ്ധരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പണിയുന്ന ഭവനത്തിന്റെ മുഴുവൻ ഇലക്ട്രിക്കൽ പരിപാടികളും ഞാൻ ചെയ്തു തന്നോളാമെന്ന് പറഞ്ഞ ആ വലിയ മനുഷ്യനാണ് ആദ്യമായിട്ട് ഇതിന്റെ സപ്പോർട്ട് നമുക്ക് നൽകി എന്നുള്ളത് ഏറെ സന്തോഷത്തോടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. നമുക്കൊരു നന്മമരം എന്നറിയപ്പെടുന്ന മറ്റൊരു അദ്ദേഹം മനുഷ്യനുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഇവിടെ ക്ഷണിച്ചിട്ടുണ്ട്. രവീന്ദ്രൻ ഇളമറ്റൂർ എന്ന് പറയുന്ന അദ്ദേഹത്തെ യൂത്ത് മൂവ്മെന്റ് യൂണിറ്റ് സമിതിയിലെ ആളുകൾ അദ്ദേഹത്തെ ചെന്ന് യൂണിറ്റ് സമിതിയുടെ അനുവാദവും ഏകിസാന്റെ അനുവാദവും എല്ലാം മേടിച്ചുകൊണ്ട് അദ്ദേഹത്തെ ബന്ധപ്പെടുകയും അദ്ദേഹത്തെ ചെന്ന് കണ്ടപ്പോൾ തന്നെ 2 ടോറസിന്റെ സാധനം, ഒന്ന് മെറ്റലും ഒന്ന് എംസാൻഡും കൊണ്ട് അദ്ദേഹം ഏതാണ്ട് വലിയ ഒരു എമൗണ്ട് വരുന്ന അദ്ദേഹത്തിന്റെ ടോറസിൽ ഈ ശാഖായോഗത്തിന്റെ ബാധ്യത കൊണ്ട് അദ്ദേഹം നടത്തി തന്നപ്പോൾ ഞങ്ങൾക്ക് പിന്നെ തീരുമാനം ഒന്നായി. കാരണം ഒരു ബാധ്യത ഇല്ലാതെ, കാരണം ഇത് നമ്മൾ വെച്ച കൈനീട്ടം എല്ലാം പൊലിച്ച് ഇത് നല്ല രീതിയിൽ പൂർവാധികം ഭംഗിയായിട്ട് നമുക്ക് തീരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അതിനുശേഷം എല്ലാവരുടെയും സഹായങ്ങൾ, സ്നേഹസേവനം, ഗ്ലോബൽ ട്രസ്റ്റ് ഏതാണ്ട് ടൈല് വാങ്ങിത്തരാമെന്നാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. പക്ഷെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ അവസ്ഥ ഇതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് അവർ ടൈൽസ് വാങ്ങിത്തരികയും ആ ടൈൽസ് ഇട്ടുന്നതിനുള്ള കൂലി ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും അവരുടെ നേതൃത്വത്തിലും മേൽനോട്ടത്തിലുമാണ് നമുക്ക് നൽകി തന്നത്. അങ്ങനെ നിരവധിയായിട്ടുള്ള സമൻസുകളുടെ ബിജുഷാന്റെ കേരളത്തില് ഏതാണ്ട് 4 രാജ്യങ്ങളിലും 18ഓളം സ്റ്റേറ്റുകളിലും സഞ്ചരിച്ചിട്ടുള്ള ബിജുഷാന്റെ വലിയൊരു കൈത്താങ് യൂത്ത് മൂവ്മെന്റ് യൂണിറ്റ് സമിതി വിദേശത്തു നിന്നുള്ള ധാരാളം ആളുകളുടെ നല്ലൊരു ഫണ്ട് നമുക്ക് കിട്ടുവാൻ നമുക്ക് അങ്ങനെ നമ്മൾ ചോദിച്ച ആളുകളൊക്കെ തന്നെ ഒരു നെഗറ്റീവൊന്നുമില്ലാതെ നാളുകളിൽ യൂണിറ്റ് സമിതിക്ക് മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്ന തരത്തിലേക്കുള്ള വലിയൊരു സംഭാവനകളാണ് അത്തരത്തിലുള്ള ആളുകൾ നമുക്ക് തന്നത് എന്നുള്ളത്. അങ്ങനെ ഉള്ള പ്രവർത്തനങ്ങളാണ് യൂത്ത് മൂവ്മെന്റ് യൂണിറ്റ് സമിതി മറ്റ് ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ ആഘോഷം എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കോവിഡ് സമയത്ത് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് രക്തദാന സേന രൂപീകരിച്ചുകൊണ്ട് ആ കർമ്മസേന ഇന്നും രംഗത്ത് നിന്ന് പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. ശിവഗിരി തീർത്ഥ കലണ്ടർ ഉൾപ്പെടെയുള്ള മറ്റ് പരിസ്ഥിതി ദിന ആചരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് വൈക്കത്തിന്റെ മണ്ണിലെ വൈക്കം സത്യാഗ്രഹം ആദ്യമായിട്ട് കോട്ടയത്ത് സംഘടിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞ നിരവധി യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് വൈക്കത്ത് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള
നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് അവിടെ നടത്തി മഹാസമ്മേളനം നടത്തി ഇതിനൊക്കെ മൈതാനത്തൊക്കെ സംഘടിപ്പിക്കുവാൻ ഒക്കെ നമുക്ക് കഴിഞ്ഞു. അങ്ങനെ സ്പോർട്സ് ഉൾപ്പെടെയുള്ള ക്രിക്കറ്റ് ടൂർണമെന്റ് എന്ന് വേണ്ട PGR പ്രസംഗ മത്സരം നിരവധിയായിട്ടുള്ള പ്രവർത്തന പന്ഥാവിലേക്ക് യൂണിറ്റ് സമിതിക്ക് നടക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ അഭിമാനമായ മുഹൂർത്തത്തെ നിങ്ങളെ ധരിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ കൂടെയുള്ള യൂണിറ്റ് സമിതിയുടെയും ഞങ്ങളെ സ്നേഹിക്കുന്ന യൂണിന്റെയും അല്ലാതെ ശാഖായോഗത്തിന്റെ ഭാരവാഹികളുടെ വലിയ അർപ്പണ മനോഭാവം മാത്രമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന യൂണിറ്റ് സമിതിയുടെ പ്രസിഡന്റാണ്. നമുക്കറിയാം ഏറെ സമാരാധന പ്രസിഡന്റ് ശ്രീ വിനീഷ് ടിയാക്കളത്തിനെ ഈ യോഗത്തിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനായ നമ്മുടെ യോഗത്തിന്റെ ഉപാധ്യക്ഷനും സർവോപരി നമുക്കൊക്കെ അഭിമാനമായി മാറിയിരിക്കുന്ന കോട്ടയം SNDP യൂണിയന്റെ ചെയർമാനുമായിട്ട് നമ്മുടെ ഈ കനക ജൂബിലി ആഘോഷത്തിന്റെയും ഈ അഭിലാഷണ ഭവന സമർപ്പണവും ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തുഷാർജി ഉയർത്തിയ മുദ്രാവാക്യമാണ് യുവത്വം സാമൂഹ്യം നിർമ്മിക്കുന്ന. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ് പലപ്പോഴും യുവത്വം എന്ന് പറഞ്ഞത്. ആർക്കെപ്പം വേണേലും അദ്ദേഹത്തെ വിളിക്കാം. എപ്പോൾ വേണേലും അദ്ദേഹത്തെ വിളിച്ചാൽ അദ്ദേഹം ഫോണെത്തുകയും തിരിച്ചു മറുപടി നൽകുകയും അല്ലെങ്കിൽ തിരിച്ചു വിളിക്കുകയും ചെയ്യുന്ന അങ്ങനെ ഒരു നേതാവ് നമുക്ക് ഉള്ളപ്പോഴത്തേക്കും ആ നേതാവിന്റെ പാതയിൽ യൂത്ത് നമ്മളെ സംബന്ധിച്ച് യുവജന പ്രവർത്തനത്തിന് ഒരു ആശയും ആവേശവും താങ്ങും തണലുമായിട്ടുള്ള വലിയ കരുത്തുറ്റ ഒരു പ്രവർത്തനത്തിന്റെ മാതൃകാപരമായിട്ട് ഇന്ന് രാവിലെ തന്നെ കോട്ടയത്തിന്റെ മണ്ണിൽ വന്നതാണ്. അപ്പൊ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടേ പോകത്തുള്ളൂ പറഞ്ഞുകൊണ്ട് ഈ വെള്ളപ്പൊക്കത്തിന്റെ അനുകൂല സാഹചര്യങ്ങൾ പോലും നമുക്ക് ഉണ്ടാകാനിട്ട് പോലും ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന ഈ യോഗം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയും നിങ്ങളെല്ലാം സാക്ഷിയാക്കിക്കൊണ്ട് ഈ യോഗത്തിൽ വെച്ചുകൊണ്ട് നമ്മുടെ 5 അഭിലാഷിന്റെ താക്കോൽ ദാന കർമ്മം നിർവഹിക്കുന്ന സമാരാധനായ തുഷാർ വെള്ളാപ്പള്ളി അവരുടെ യോഗത്തിലേക്ക് ഭാരതമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഏറെ സമാരാധനായ വൈസ് ചെയർമാൻ നമുക്ക് എപ്പോഴും ആശയം ആവേശമായിട്ട് എല്ലാ കാര്യങ്ങളും ഒരു സൗഹൃദമായ രീതിയിൽ തോളിൽ കൈയിട്ട് സംസാരിക്കുന്ന പ്രിയപ്പെട്ട വൈസ് ചെയർമാൻ സിനിൽ മുണ്ടപ്പള്ളി അവരുടെ ഈ യോഗത്തിലേക്ക് ഏറെ ആദരവോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 1903 SNDP യോഗം സ്ഥാപിതമായിട്ട് കോട്ടയത്ത് 1975 യൂത്ത് മൂവ്മെന്റ് ശ്രീനിവാസ് സാറിന്റെയും സോമച്ചാറിന്റെയൊക്കെ നേതൃത്വത്തിൽ തുടങ്ങി. ഇങ്ങോട്ട് ഇന്ന് വരെ ഒരു മുടക്കവും കൂടാതെ പ്രവർത്തിച്ച ഒരു യൂത്ത് മൂവ്മെന്റ് എന്ന് ചോദിച്ചാൽ കോട്ടയം SNDP യൂത്ത് മൂവ്മെന്റ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ തരത്തിൽ അതിന് നേതൃത്വം നൽകിയവരാണ് ഈ മുൻനിരയിലിരിക്കുന്ന എല്ലാവരും. അവരെയൊക്കെ ആ പൂർവ്വസൂര്യകളൊക്കെ വളരെ ബഹുമാനത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ ചടങ്ങ് ക്ഷണിച്ചത്. കാരണം ഇവരാണ് ഞങ്ങൾക്ക് മാർഗം നിർദ്ദേശങ്ങളെല്ലാം ഞങ്ങൾ ഈ സംഘടനയിലേക്ക് കൊണ്ടുവന്ന ഒരുപാട് പേരെടുത്ത് പറയുന്ന എല്ലാവരും കൂടിയിരിക്കണം. ഓരോ കാര്യത്തിലും SNDP യൂത്ത് മൂവ്മെന്റിന്റെ ഞങ്ങൾ ഭരണസമിതിയിൽ ഇരിക്കുമ്പോൾ ഏത് കാര്യത്തിലും എന്തെങ്കിലും ഒരു നിർദ്ദേശം നൽകുകയാണെന്നുണ്ടെങ്കിൽ അവർ ഓടി ഞങ്ങളുടെ അല്ലെങ്കിൽ ഫോൺ കോളിലേക്ക് ഞങ്ങളെ വിളിച്ചുകൊണ്ട് അത് ചെയ്യണം അല്ലെങ്കിൽ അതിനുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകുന്ന ഒരുപാട് പേര് യൂത്ത് മൂവ്മെന്റ് കഴിഞ്ഞ 50 കൊല്ലമായിട്ട് പ്രവർത്തിച്ച എല്ലാവരും കൂടിയിരിക്കണം. വളരെ കാരണം ഈ നിലവിലുള്ള യൂത്ത് മൂവ്മെന്റ് നേതാക്കളെക്കാൾ കൂടുതലായിട്ട് കറക്റ്റ് സമയത്ത് തന്നെ അവർ എത്തിച്ചേർന്നത് SNDP യൂത്ത് മൂവ്മെന്റിന്റെ ആ വലിയ ഒരു ചിത്രപ്പാടുള്ള ഒരു പ്രവർത്തന ശൈലി തന്നെയാണ്. തീർച്ചയായിട്ടും ഈ SNDP യൂത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇവരൊക്കെ യൂത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത് തന്നെ വീണ്ടും ആ യുവത്വത്തിലേക്ക് കടന്നു വരികയാണ്. എനിക്ക് അറിയാം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ പ്രസാദേട്ടൻ നേരത്തെ സെക്രട്ടറി പ്രസാദേട്ടൻ അദ്ദേഹം ഈ കനകജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുവെന്ന് ആദ്യം ചോദിച്ചതിനെ ഞങ്ങളുടെ കേട്ട് വരികയുണ്ടായി. എന്തൊക്കെ സഹായങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് ഞങ്ങൾക്ക് വരികയും ഈ നിമിഷം കഴിഞ്ഞ ആഴ്ച വരെ എല്ലാവരും മാർഗനിർദ്ദേശങ്ങളൊക്കെ ചെയ്ത പ്രസാദേട്ടനടക്കം വിദേശീയടക്കം മല്ലിയടക്കം എല്ലാവരും ആ രീതിയിലുണ്ട്. അവരെയൊക്കെ ഓർക്കുവാൻ വേണ്ടിയുള്ള ഒരു സമ്മേളനമായിട്ടാണ് ഈ കനകജൂബിലി സമ്മേളനം കാണുന്നത്. അതിനൊപ്പം തന്നെ ഞങ്ങളുടെ വലിയൊരു സ്വപ്നം അത് ഈ ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമായി മഴയില്ലാതെ ഏറ്റവും മനോഹരമാക്കി തന്ന ഗുരുദേവന്റെ പതാരങ്ങളുടെ വലിയൊരു പ്രണാമം അർപ്പിക്കുകയാണ്. കാരണം ഞങ്ങൾ വളരെ പേടിയോടെ കാത്തിരിക്കുകയായിരുന്നു. കാരണം മഴ പെയ്താലെല്ലാം പ്രശ്നമാകുകയാണ്. പക്ഷേ ഇന്നത്തെ ദിവസം മഴയൊന്നും പെയ്യാതെ കാത്ത് രക്ഷിച്ച ഗുരുദേവങ്ങളുടെ നമസ്കാരം. എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ നമ്മുടെ കാലഘട്ടം നമുക്കറിയാം നമ്മളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയൊരു ഭീഷണി എന്ന് പറയുന്നത് യുവാക്കളെ ഈ സംഘടനയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള വലിയൊരു പാടാണ്. എല്ലാ യുവാക്കളും ജോലി സംബന്ധമായിട്ട് വെളിയിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ യുവാക്കളുടെ വലിയൊരു സാന്നിധ്യം ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ
തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പല നമുക്ക് 103 ശാഖകളുള്ള യൂണിയനിൽ പല ശാഖകളിലും ഇന്നും യൂണിറ്റ് ഇല്ലാത്ത ശാഖകളുണ്ട്. അപ്പോൾ ഇരിക്കുന്ന ഭാരവാഹികൾ, ശാഖ ഭാരവാഹികൾ ദയവ് ചെയ്ത് വലിയൊരു കർമ്മപരിപാടികളൊക്കെ നമുക്ക് ആസൂത്രണം ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയൊരു സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. എല്ലാ യൂണിറ്റുകളും ഒന്നുകൂടെയൊക്കെ സജീവമാക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ കൗൺസിൽ, യൂത്ത് യൂണിയൻ കൗൺസിലിന്റെ പ്രധാന അജണ്ടകൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് അറിയാം. കഴിഞ്ഞ 50 വർഷമായിട്ട് ആദ്യം തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സംഘടന ആണ്. രണ്ടാമത് യുവാക്കളുടെ വിദ്യാഭ്യാസവും തൊഴിലുമൊക്കെയാണ്. മൂന്നാമത് കാരുണ്യ പ്രവർത്തനങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും കഴിഞ്ഞ 6 വർഷം, ഞങ്ങൾ ഈ ഭരണസമിതി കഴിഞ്ഞിട്ട് 6 വർഷങ്ങളിൽ ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളെല്ലാം വളരെ സജീവമാകാൻ സാധിച്ചു എന്നുള്ളത് ഒരു ചാരിതാർത്ഥ്യമാണ്. സംഘടന എന്ന നിലയിൽ ഈ 103 യൂണിയനുകളിലെ എല്ലാ ശാഖകളിലും ഞങ്ങൾക്ക് യൂണിറ്റുകൾ ഉണ്ടാക്കാൻ സാധിച്ചെങ്കിലും പലപ്പോഴും കുട്ടികളുടെ ഈ അഭാവം കാരണം കുട്ടികൾ യൂണിറ്റ് രൂപീകരിച്ച് 1-2 മാസം വെളിയിലേക്കൊക്കെ പോകുന്നത് പലപ്പോഴും അത് ശിഥിലമായി പോയി വീണ്ടും രൂപീകരിക്കുന്നു. ഞങ്ങളൊക്കെ ഓർക്കുകയായിരുന്നു ഈ 50 കൊല്ലം മുമ്പ് നമുക്ക് ഈ 103 ശാഖകൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുമരകം തൊട്ട് അങ്ങനെ കൊണ്ടുന്നം വരെ കിടക്കുന്ന ശാഖകളാണ്. അപ്പോൾ അവിടെയൊക്കെ പണ്ടത്തെ ഈ വാഹനസൗകര്യം ഇല്ലാത്ത കാലത്ത് ഇവിടെ ഇരിക്കുന്ന നേതാക്കളൊക്കെ എങ്ങനെ എത്തിപ്പെട്ടു, അങ്ങനെ അന്നത്തെ സജീവമായിട്ടുള്ള ഒരുപാട് യൂണിറ്റുകൾ കിഴക്കൻ മേഖലയിലേക്കുണ്ട്. ഇപ്പം ഞങ്ങൾ വാഹനങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അത്തരത്തിൽ എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിൽ അന്നത്തെ ആ ഒരു പ്രവർത്തനം വളരെ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ആണ്. വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും SNDP യൂത്ത് മൂവ്മെന്റിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിച്ചു. കാരണം യാമിറ്റ് അക്കാദമി എന്ന് പറയുന്ന സിവിൽ സർവീസ് അക്കാദമി തുടങ്ങുകയും അതിൽ സിവിൽ സർവീസ് ഏകദേശം 1500 കുട്ടികളെ സിവിൽ സർവീസിലേക്ക് കൈപിടിച്ചുകൊണ്ട് കൊണ്ടുവരാൻ, അതായത് അവരെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. ഒരുപാട് കുട്ടികൾ ഇവിടെ ഇരിക്കുന്ന നിരവധി ആളുകൾക്ക് ജോലി കിട്ടുന്നത് PSC ഗ്യാമറ്റിന്റെ PSC കോഴ്സുകൾ വഴിയാണ്. ഒരുപാട് കുട്ടികൾക്ക് എൻട്രൻസ് മേഖലയിൽ പരിശീലനം കൊടുക്കാനൊക്കെ സാധിക്കും. കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും അവസാനം നമുക്കറിയാം, സുമോദിയോട് സൂചിപ്പിക്കുകയുണ്ടായി, കോവിഡ് സമയത്ത് മെഡിക്കൽ കോളേജിൽ നമ്മളാണ് ഏറ്റവും കൂടുതൽ യൂണിറ്റ് രക്തം കൊടുത്തത്. അതിനുള്ള ഒരു വലിയൊരു അംഗീകാരമൊക്കെ നമുക്ക് ലഭിക്കുകയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കോവിഡ് സമയത്ത് പിന്നീട് നമുക്കറിയാം ഒരു പ്രവർത്തകന് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വന്നപ്പോൾ നമ്മളത് സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ അഭിലാഷ്, നമുക്കറിയാം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സഹോദരനായിരുന്ന അഭിലാഷ്, അദ്ദേഹത്തിന്റെ വലിയൊരു ആശയമായിരുന്നു വീട് എന്നത്. ഒരുപാട് തവണ ഗവൺമെന്റിന്റെ പല വാർത്തകളും മുട്ടിയും സാധിക്കാത്ത ഒരു സാധനം. അദ്ദേഹത്തിന്റെ ആ നിർദ്ദേശം ചിതയിലേക്ക് എടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അഭിലാഷം എന്നുള്ള ആ വലിയൊരു ആഗ്രഹം ഞങ്ങളുടെ മനസ്സിൽ ചിതയിലേക്ക് എടുക്കാതെ ഞങ്ങളുടെ മനസ്സിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഈ വലിയ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ദിവസം കൂടിയാണ്. ഏറെ നന്ദിയോടുകൂടി ഈ പ്രവർത്തനത്തിൽ നമ്മളെ സഹായിച്ച എല്ലാവരെയും വളരെ നന്ദിയോട് ഓർത്തുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുകയാണ്. യൂത്ത് മൂവ്മെന്റ് യൂണിയന്റെ പ്രസിഡന്റ് ശ്രീ ലിനീഷ് ടി ആക്കളം, സ്വാഗതം പറഞ്ഞ യൂത്ത് മൂവ്മെന്റിന്റെ സെക്രട്ടറി ശ്രീ MS സുമോദ്, SNDP യോഗത്തിന്റെ കൗൺസിലർമാരായ ശ്രീ AG തകമ്പച്ചേട്ടൻ, സന്ദീപ് പച്ചി, ആദരവ് ഏറ്റുവാങ്ങുന്ന ശ്രീ ജ്യോതിസ് മോഹൻ, ശ്രീ വിരുൺ ചാൻ KS, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് അഭിലാഷിന് വീട് നിർമ്മിച്ച് നൽകുന്ന ഒരു സത്കർമ്മവും അതിനോടൊപ്പം SNDP യൂത്ത് മൂവ്മെന്റിന്റെ കനക ജൂബിലിയും നമ്മൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ നിർഭാഗ്യവശാൽ യൂണിയന്റെ ഭരണം രാജിവെക്കുകയും അതിനുശേഷം ഞങ്ങൾ രാജിച്ച സമയത്താണ് ഈ അപകടം അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഞാനുമായി വലിയ അടുപ്പമില്ലെങ്കിൽ പോലും യൂണിയന്റെ കാര്യങ്ങൾ വളരെ വർഷങ്ങളായി ഭംഗിയായി കാര്യം കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. വളരെ ഡെഡിക്കേറ്റഡായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു നല്ല പ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം. പക്ഷെ പെട്ടെന്ന് നമുക്കറിയാം, കോവിഡ് കാലഘട്ടത്തിൽ പലതരത്തിലുള്ള പുതിയ രോഗങ്ങളുണ്ടായി, അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരുന്ന ഒരു കാലഘട്ടമാണ്.
നിർഭാഗ്യവശാൽ ആ സമയത്ത് ഇങ്ങനെ സംഭവം ഉണ്ടായി. അന്ന് ആ ദിവസം എനിക്ക് വരാൻ കഴിഞ്ഞില്ല. അതിന് അടുത്ത ദിവസമാണ് ഞാൻ കേരളത്തിലില്ലായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ SNDP യൂത്ത് മൂവ്മെന്റ് നേതാക്കന്മാരും എല്ലാവരുമായി ഞങ്ങൾ ആ വീട്ടിൽ പോവുകയും അതേ സമയത്ത് യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർ എല്ലാവരും ഇങ്ങനെ ഒരു ഭവനം നൽകുവാനുള്ള ഒരു തീരുമാനം അവിടെ അന്ന് എടുക്കുകയുണ്ടായി. അത് വളരെ ഭംഗിയായി ഇന്ന് നമ്മൾ പോയ ആ വീട് വളരെ വളരെ മനോഹരമായി ചെയ്ത യൂത്ത് മൂവ്മെന്റ് നമ്മുടെ യൂണിയന്റെ ഭാരവാഹികളെയും അതിനോടൊപ്പം ഇതിന് സമ്പത്ത് നൽകിയ എല്ലാവരെയും SNDP യോഗത്തിന് വേണ്ടി അനുമോദിക്കാൻ ഞാൻ ഈ അവസരം ആദ്യമായി ഉപയോഗിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം SNDP യൂത്ത് മൂവ്മെന്റ് കനകജൂബിലി ആഘോഷിക്കുമ്പോൾ ഞാൻ ഏതാണ്ട് 25-28 വർഷക്കാലം മുമ്പ് യഥാർത്ഥത്തിൽ കോട്ടയം യൂണിയൻ ഓഫീസിൽ വെച്ചാണ് SNDP യൂത്ത് മൂവ്മെന്റ് കേന്ദ്ര സമിതിയുടെ ചെയർമാനായി അധികാരത്തിൽ വരുന്നത്. അന്ന് ഞങ്ങളൊക്കെ വരുന്ന കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഇവിടെ നേരെ SNDP യോഗത്തിന്റെ ഓഫീസിലേക്ക് ചെന്നാൽ നമുക്ക് എവിടെയൊക്കെ യൂത്ത് മൂവ്മെന്റ് യൂണിയനുണ്ട് എന്ന് പോലുമുള്ള ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. അന്ന് ശാസ്ത്രീകാരൻ സമിതി ഇവിടെ എന്നോട് വരാൻ പറഞ്ഞു. അന്ന് നമ്മൾ ഈ കാണുന്ന മൊബൈലൊന്നും ഇല്ല. എന്നെ വളരെ അത്യാവശ്യമായി കോട്ടയം യൂണിയൻ ഓഫീസിലേക്ക് വരാനാണ് അദ്ദേഹം വിളിച്ചു പറയുകയാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് കോട്ടയം യൂണിയൻ ഓഫീസിൽ അപ്പൊ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർ കുറച്ച് പേര്, അതായത് ഒരുപാടെന്ന് പറഞ്ഞാൽ അന്ന് ഏതാണ്ട് എനിക്കൊന്ന് 30-30 പേരാണ്. ഒരു 10-30 പേര് കേരളത്തിന് മൊത്തമായിട്ട് വിളിച്ചപ്പോൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ വന്നു കഴിയുമ്പോൾ സ്വാമിജി പറഞ്ഞപ്പോൾ യൂത്ത് മൂവ്മെന്റിന്റെ ചെയർമാനായി ഞാൻ അധികാരം വെക്കണം. ഞാൻ സ്വാമിജി എന്നെ കൊണ്ട് ബുദ്ധിമുട്ടാണ്, കാരണം എന്റെ കച്ചവടം കാര്യങ്ങളും ഒക്കെ നിൽക്കുന്നു എന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് തക്കവിജയനുണ്ട്, അന്ന് യൂണിയൻ സെക്രട്ടറിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് എന്നെ വിളിച്ച് കയറ്റി കുറെ ഉപദേശവും ശാസ്ത്രീയ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരിക്കലും തർക്കം ജയിക്കാൻ കഴിയില്ല. കാര്യം അദ്ദേഹത്തിന്റെ തർക്കശാസ്ത്രത്തിൽ വലിയ നൈപുണ്യമുള്ള ആളാണ്. കാര്യം കൃത്യമായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തർക്കിച്ചാൽ ഒരു കാരണം സൂചിക്കാൻ പറ്റുന്നത്. അപ്പൊ അന്ന് എന്നോട് വളരെ നിർബന്ധിച്ച് ചെയ്തേ മതിയാകൂ എന്ന നിലയിൽ ചെയ്യുകയും അതിനുശേഷം ഏതാണ്ട് വലിയ ഗുരുദേവന്റെ അനുഗ്രഹം കൊണ്ട് ഒരു 5-8 വർഷക്കാലം കൊണ്ട് നമ്മുടെ SNDP യൂത്ത് മൂവ്മെന്റ് വലിയ രീതിയിൽ വളരുകയും കേരളത്തിൽ നിന്ന് കാണുന്ന SNDP യോഗ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ SNDP യൂണിയന്റെ ഭാരവാഹികൾ, SNDP യോഗത്തിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെ കൗൺസിൽ ഉൾപ്പെടെ എടുത്തു നോക്കിയാൽ ആ കാലഘട്ടത്തിൽ വന്ന SNDP യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകരാണ് ഇന്ന് കേരളത്തിലെ യൂണിയന്റെ നേതാക്കന്മാരെ ഏറ്റവും കുറഞ്ഞത് 60-70%. കാരണം SNDP യോഗത്തിലൂടെ വളർന്നു വന്ന യൂണിയനിലൂടെ യൂത്ത് മൂവ്മെന്റിലൂടെ വളർന്നു വന്ന ആളുകളാണ് ഇന്ന് യൂണിയന്റെ നേതാക്കന്മാരാകുമ്പോൾ നമുക്കറിയാം പഴയ കാലഘട്ടത്തിൽ പലപ്പോഴും റിട്ടയർ ചെയ്ത് കഴിഞ്ഞാണ് നേരെ SNDP യൂണിയന്റെ പ്രവർത്തനത്തിലേക്ക് വരുന്നത്. ഞാൻ മലബാറിൽ ഒരു യൂണിയൻ ഓഫീസിലേക്ക് ഇറങ്ങി നിന്നപ്പോഴത്തേക്ക് യൂണിയൻ സെക്രട്ടറി അവിടെ ഇരിക്കുന്നു. അപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ സംസാരിക്കേണ്ട ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ മോശമാണല്ലോ അവസ്ഥ, മലബാർ സംഘം നടക്കുന്ന സമയമാണ്. അതുപോലെ ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ, ഞാൻ റിട്ടയർ ചെയ്ത് കുറച്ച് 5-8 വർഷം വീട്ടിൽ ഇരുന്ന പണിയൊന്നുമില്ല. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് യൂണിയൻ സെക്രട്ടറി ആവാൻ ഞാൻ യൂണിയൻ സെക്രട്ടറി ആയി എന്നാണ് അദ്ദേഹത്തിനോട് പറഞ്ഞത്. കാര്യം അങ്ങനെ റിട്ടയർമെന്റ് കഴിഞ്ഞ് മാത്രം വരുന്ന ഒരു സംവിധാനമായിരുന്നു പഴയ കാലത്ത് SNDP യോഗത്തിന്റെ അല്ലെങ്കിൽ സഹകാരികളുടെ യൂണിയന്റെയും ഒക്കെ അവസ്ഥയെങ്കിൽ ഇന്നതല്ല. നമ്മളെ സംബന്ധിച്ചോളം വളരെ കഠിനമായി പ്രവർത്തിക്കുന്ന സഹകാരയോഗത്തിന്റെയും യൂണിയന്റെയും യോഗത്തിന്റെയും ഒക്കെ നേതാക്കന്മാർ നമ്മൾ ഈ സംഘടനയിലൂടെ നമ്മുടെ യൂട്യൂബിലൂടെ വളർന്നു വന്ന ആളുകൾ ഒരുപാട് ഇന്ന് നമ്മുടെ സംഘടനയും അതിന് മുതൽക്കൂട്ടായി പ്രവർത്തിക്കുന്നു. അവരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് SNDP യോഗത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്ന വലിയ സമ്മേളനങ്ങളെല്ലാം പലപ്പോഴും SNDP യൂത്ത് മൂവ്മെന്റിന്റെ നേതാക്കന്മാരും അതിന്റെ പ്രവർത്തകരും ഒക്കെ കൂടിയാണ് അത് നടത്തുന്നതിനുള്ള മുഴുവൻ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. തീർച്ചയായും കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും നല്ല യൂണിയനുകൾ ഒന്നായി പ്രവർത്തിച്ച ഒരു യൂണിയനാണ്. ദൗർഭാഗ്യവശാലത്തിലേക്കൊക്കെ അറിയാവുന്ന പോലെ നമ്മൾ ചില സാമ്പത്തിക ക്രമക്കേടുകളിൽ പെടുകയും സഹകാരങ്ങളുടെ അന്വേഷണത്തിന് അനുസരിച്ച് ഞാൻ അന്നേ നിങ്ങളോടല്ല ഞാൻ പറഞ്ഞതാണ്, തീർച്ചയായും ഈ ലയബിലിറ്റി നമുക്ക് തീർക്കാം, പക്ഷേ കുറച്ച് സഹകരിക്കണം. പക്ഷെ അതെല്ലാം നിങ്ങൾ സഹകരണത്തിന്റെ നേതാക്കന്മാരെല്ലാം സഹകരിച്ച ഒരുപാട് പേര് ഇരിപ്പുണ്ട്. അതിന് എന്റെ പേരിലും SNDP യോഗത്തിന്റെ പേരിലും ഒരുപാട് നന്ദി നിങ്ങളോടുണ്ട് എന്ന് കൂടെ ഒരു പ്രാവശ്യം എനിക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മറ്റൊന്നും കണ്ടില്ല, കാര്യം പലപ്പോഴും കാര്യം മനസ്സിലാക്കാതെ തോക്കിക്കറിക്കൊണ്ടിരിക്കുന്ന പല ആളുകൾ. യഥാർത്ഥം നമ്മൾ ഇവിടെ എന്താണ് ഉണ്ടായത്? സമ്പത്ത് ഉണ്ടായത് നമ്മുടെ യൂണിയനെ സംബന്ധിച്ചിടത്തോളം നല്ല സമ്പത്ത് ഉണ്ടായിരുന്നതാണ്. ഏതാണ്ട് ഒരു കുറെ വർഷങ്ങളായി എന്തോ മിസ്മാനേജ്മെന്റ് കണക്കുകളുണ്ട്, എന്തോ പറ്റി അത് കഴിഞ്ഞ് ഏതാണ്ട് 56-60 കോടി രൂപ ലയബിലിറ്റി ഉണ്ടെന്നാണ് നമ്മുടെ യൂണിയൻ പറഞ്ഞുകൊണ്ടാണ്
നിൽക്കുന്ന അവസ്ഥയാണ്. യൂണിറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഏതാണ്ട് 7-8 കോടി രൂപയോളം നമ്മുടെ മൈക്രോ ഫിനാൻസിന്റെ പണം 10 കോടി രൂപയ്ക്ക് അടുത്ത് വകമാറ്റി ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളിൽ പോവുകയുണ്ടായി. അതുകൂടാതെ നമ്മുടെ കോളേജിന്റെ വന്ന വരുമാനങ്ങളെല്ലാം ഇവിടേക്കാണ് പോവുകയുണ്ടായത്. ഇത് കൂടാതെ ഏതാണ്ട് വലിയ ലയബിലിറ്റികൾ ഉണ്ടെന്നാണ് ഞങ്ങളെയൊക്കെ ധരിപ്പിക്കുകയും അതിന് കണക്ക് നോക്കി ഇവിടെയുള്ള സഹായ നേതാക്കന്മാർക്കൊക്കെ അറിയാം. നിങ്ങളൊക്കെ ഇരുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള സമ്മേളനത്തിൽ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയാണല്ലോ, ഏതാണ്ട് 62 കോടി രൂപ എന്നൊക്കെയാണെന്ന് പറയുകയുണ്ടായത്. നമ്മുടെ ലയബിലിറ്റി എല്ലാവരും ഏതാണ്ട് 1.5 കോടി രൂപ താഴെ സിംഗിൾ ടൈം സെറ്റിൽമെന്റ് ആയി നമ്മൾ പണം നൽകി നമ്മുടെ വനിതാ സംഘത്തിന്റെ നമ്മുടെ മുഴുവൻ യൂണിയനിൽ ഉള്ള മുഴുവൻ ആളുകളുടെയും ഈ മൈക്രോ ഫിനാൻസിന്റെ കടം പരിപൂർണമായി നമ്മൾ തീർത്ത് അവസാനിപ്പിച്ച് കഴിഞ്ഞു. അതിനുശേഷം ഈ പറയുന്ന നമ്മുടെ യൂണിയനുമായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ എല്ലാം പ്രത്യേകിച്ച് ഈ പറയുന്ന നമ്മുടെ കോളേജുകളാണ് സ്കൂളിനുമൊക്കെ ലോക്കലായിട്ടുള്ള യൂണിറ്റ് ശാഖായോഗങ്ങൾ വെച്ചുകൊണ്ട് RDC റീജിയണൽ ഡെവലപ്മെന്റ് കമ്മിറ്റി പോലെ അവിടെ കൂടെ ഉണ്ടാക്കി 2 പ്രദേശങ്ങളിൽ ഉണ്ടാക്കിയ ശേഷം അവർ ആ ശാഖായോഗങ്ങളാണ് ഇന്ന് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നയിക്കുന്നത്, അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഉണ്ടായത്? കാര്യം ആ സ്ഥാപനങ്ങളെല്ലാം ഓരോ ദിവസവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ 1 രൂപ വരുമാനം വരുന്നത് 1 രൂപ ചെലവാകുന്നത് ചെയ്യുന്നത് ഈ പറയുന്ന RDCക്കാർ തന്നെയായിരിക്കും. ആ രീതിയിലേക്ക് സുതാര്യമായ കാര്യങ്ങൾ കൊണ്ടുവരികയും നമ്മൾ ഇതുവരെ നോക്കിക്കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് വേറെ ഈ യൂണിയനെ സംബന്ധിച്ചുള്ള യാതൊരു ലൈബ്രറി ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ സമയത്താണ് ചില ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, 1-2 പേര് കുറെ പ്രസ്താവനകളുമായി വന്നിരിക്കുന്നത്, ഒരു കുഴപ്പമില്ലാതെ കുറെ പ്രശ്നം ഉണ്ടാക്കിയത് ഞങ്ങളൊക്കെയാണ് എന്നുള്ള നിലയിലേക്ക് ചില പ്രസ്താവനകളൊക്കെയാണല്ലോ നിങ്ങൾ കണ്ടത്. ഇവർ ഈ സാമ്പത്തിക ക്രമക്കേട് നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതിനകത്ത് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇതുവരെ ഒരു നിലപാടെടുക്കുകയോ നടപടിയെടുക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ പ്രശ്നം ഉണ്ടെന്ന് പോലും പറഞ്ഞിട്ടുള്ള ആളുകൾ ഇതിനുവേണ്ടി ഈ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് ഇതെല്ലാം അതിലേക്ക് കൈയൊഴിഞ്ഞ് വെക്കാൻ പോയ ആളുകൾ ഈ പ്രശ്നം തീർന്നു കഴിഞ്ഞപ്പോൾ പ്രതികൂട്ടിലാക്കുവാൻ വേണ്ടി ബാക്കിയുള്ളവരൊക്കെ കൊള്ളം വെറുതെ നിന്നിട്ട് കണ്ടുകൊണ്ട് ഞങ്ങൾ വന്ന് ഈ പ്രശ്നം സെറ്റിൽ ചെയ്തപ്പോൾ നമ്മളാണ് കുഴപ്പക്കാരെന്ന് പറയാൻ ഇതൊക്കെ ശ്രമിക്കുകയാണ്. ഇതൊക്കെ തിരിച്ചറിയാൻ നിങ്ങൾ കഴിയണം. നമ്മളെ സംബന്ധിച്ചോളം യൂണിയൻ SDP യോഗത്തിന്റെ ഇലക്ഷൻ കഴിഞ്ഞാൽ കാര്യം നമുക്ക് SDP യോഗത്തിന്റെ ഇലക്ഷൻ കഴിയാതെ യൂണിയൻ ഇലക്ഷൻ നടത്താൻ കഴിയില്ല. കാരണം പ്രാതിനിധ്യ അവകാശ പ്രകാരമാണ് SDP യോഗത്തിന്റെയും യൂണിയന്റെയും ഒക്കെ ഇലക്ഷൻ നടത്തിയത്. ആ പ്രാതിനിധ്യ അവകാശം തിരിച്ച് നമുക്ക് അടുത്ത 2-3 മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ പ്രോസസ്സ് കഴിയും. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ യോഗത്തിന്റെയും യൂണിയന്റെയും ഇലക്ഷൻ നടത്തി ഇവിടുത്തെ ലോക്കലായിട്ട് ഭരണസമിതി തന്നെ അധികാരത്തിൽ വേണം. അതിനുള്ള എല്ലാ രീതിയിലുള്ള സാഹചര്യങ്ങളും ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ യൂണിയന്റെ ശാഖായോഗങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് ഈ പറയുന്ന ഓഡിറ്റിംഗ് നടത്തുവാൻ ഫസ്റ്റ് റൗണ്ട് പുതിയ പുറത്തു നിന്നുള്ള ഒരു നമ്മൾ ലീഗൽ ടീമിനെ വെച്ച് ഓഡിറ്റിംഗ് ടീമിനെ വെച്ചുകൊണ്ട് പ്രൊഫഷണൽ ഓഡിറ്റേഴ്സ് തന്നെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് റൗണ്ട് അവർ വന്ന് കണ്ടു. അവരുടെ മുഴുവൻ ഡോക്യുമെന്റ് കോളേജിന്റെയും നമ്മുടെ യൂണിയന്റെയും മുഴുവൻ പഴയകാല ഡോക്യുമെന്റുകൾ മുഴുവൻ എടുത്ത് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 1-1.5 മാസത്തിനുള്ളിൽ തന്നെ മുഴുവൻ ശാഖായോഗ നേതാക്കന്മാരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് നമ്മുടെ ഈ സാമ്പത്തിക ഘടന എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്, എങ്ങോട്ടാണ് പണം പോയിട്ടുള്ളത്, എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ ഈ അവസരത്തിൽ ഞാൻ ഉറപ്പു നൽകുകയാണ്. അതിനോടൊപ്പം നമ്മളെ സംബന്ധിച്ചോളം സംഘടന വളരെ ശക്തമായി പോകേണ്ട ഒരു കാര്യങ്ങളാണ്. അതുകൊണ്ട് സംഘടനാ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ വനിതകളെയും യൂത്ത് മൂവ്മെന്റും എല്ലാം സജീവമാക്കുന്നതിന് വേണ്ടി ദയവായി സഹായത്തിന് നേതൃത്വമുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കുവാൻ കൂടുതൽ പഴയകാല കോട്ടയം യൂണിയന്റെ പ്രതാപത്തിനേക്കാൾ വലിയ നിലയിലേക്ക് നമുക്കെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുവാൻ വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ അനുവാദത്തോടുകൂടെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഡൽഹി ഭാഗത്ത് നിന്നു ജയ് SDP. ഡിപ്ലോമ ഇൻ ശ്രീനാരായണ ഗുരു ഫിലോസഫി എന്ന് 2 ഡിപ്ലോമകൾ എടുക്കുകയും പ്രസംഗ പരിശീലന കോഴ്സുകളും അതോടൊപ്പം തന്നെ മോട്ടിവേഷൻ ട്രെയിനറുമായി പ്രവർത്തിക്കുന്ന ശ്രീ വിപിൻ ഷാൻ KSനെ ഈ കനകജൂബിലി സമ്മേളനത്തിൽ വെച്ച് യുവധർമ്മ പ്രചാരക പുരസ്കാരം നൽകുകയാണ്. പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന് ആ തുക ഇപ്പോൾ ഏറ്റുവാങ്ങുന്നതാണ്.
പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകനന്റെ ദൈവമല്ലോ. കോട്ടയം യൂണിയന്റെ ചെയർമാനുമായ ആരാധനായ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർ ഇന്നിവിടെ ആദരവ് ഏറ്റുവാങ്ങിയ ഏറെ ബഹുമാനായ ശ്രീ ജ്യോതിസ് മോഹൻ അയ്യാറസ് അവർ, നമ്മളുടെ പ്രിയങ്കരായ യോഗത്തിന്റെ കൗൺസിൽ അംഗങ്ങൾ ശ്രീ എജി തകവൻ സാറ്, ശ്രീ സന്ദീപ് പച്ചി, അതോടൊപ്പം തന്നെ വേദിയിൽ ഞാൻ എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഏറെ ബഹുമാനരായ യോഗത്തിന്റെയും യൂണിയന്റെയും പോഷക സംഘടനകളുടെയും പ്രിയങ്കരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന ശാഖയുടെയും പോഷക സംഘടനകളുടെയും ഒക്കെ പ്രിയങ്കരായ ആത്മമിത്രങ്ങളെ, സജ്ജനങ്ങളെ, വളരെ സന്തോഷമുള്ള ഒരു സായം സന്ധ്യയിലേക്കാണ് നാം പോകുന്നത്. അവരിലെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവരിൽ ആദിമമായ ഒരു ആത്മരൂപം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരണ്ണ സുഖത്തിനായി വരുന്നു. മഹാഗുരുവിന്റെ അവതരണത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് വളരെ മാതൃകാപരമായുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് SNDP യോഗം കോട്ടയം യൂണിയൻ യൂത്ത് മൂവ്മെന്റ്. നമ്മളുടെ സംഘടനയിൽ, നമ്മുടെ കോട്ടയം യൂണിയനിൽ ദീർഘകാലമായി സേവനമനുഷ്ഠിച്ച അഭിലാഷിന്റെ വിയോഗത്തിന് ശേഷം ആ കുടുംബത്തെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ആശയങ്ങൾ പങ്കിട്ടപ്പോൾ കനകജോലിയുമായി ബന്ധപ്പെട്ട ഒരു വീട് വെച്ച് കൊടുക്കണമെന്ന ആഗ്രഹം അവർ സബലീകരിച്ചത് അഭിലാഷിലൂടെയാണ്. തീർച്ചയായും ഇതിന്റെ എല്ലാ തരത്തിലും നേതൃത്വം നൽകുകയും അതിനെ പിന്തുണയ്ക്കുകയും അതിനെ സഹായിക്കുകയും ചെയ്ത എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സംഘടനാപരമായുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലരാകേണ്ടതുണ്ട്. ഏറെ ആദ്യനായ തുഷാർ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. SNDP ചങ്ങനാശ്ശേരിയുടെ സെക്രട്ടറിയായ ഞാൻ അപ്രതീക്ഷിതമായി കോട്ടയം യൂണിയന്റെ കൺവീനറായി കടന്നു വന്നപ്പോൾ അഭിമാനമുണ്ട്, അതോടൊപ്പം തന്നെ കൊച്ചു സങ്കടവുമുണ്ട്. സംഘടനയുടെ കേന്ദ്രബിന്ദുവായി പ്രവർത്തിക്കുന്ന കോട്ടയം യൂണിയൻ സംഘടനയുടെ പ്രഥമ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ച 1 മുതൽ 108 വരെ ശാഖകൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്ത ദേമാലയം ചൂടെ നിൽക്കുന്ന നാഗമഠം ക്ഷേത്രസ്ഥലത്ത് നിൽക്കുന്ന ഈ കോട്ടയം യൂണിയൻ ഇന്ന് ലോകം അറിയപ്പെടുന്ന ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകിയ കോട്ടയം യൂണിയൻ. ഏത് തരത്തിൽ പറഞ്ഞാലും കോട്ടയം യൂണിയന്റെ പ്രവർത്തനങ്ങൾ മറ്റു യൂണിയനുകൾക്ക് മാതൃകയായിരുന്നു. എന്തുകൊണ്ടോ കാലചക്രത്തിന്റെ പ്രവാഹത്തിൽ പ്രവർത്തനങ്ങളിൽ ഉണ്ടായ മന്ദതകളെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നാം മുന്നേറേണ്ടതുണ്ട്. പ്രവർത്തനങ്ങൾക്ക് വൈകല്യമുണ്ടാകുമ്പോൾ അതിൽ എന്താണ് പരിഹരിക്കപ്പെടേണ്ടത്, അത് പരിഹരിക്കപ്പെട്ട മുന്നേറുകയാണ് ഒരു സംഘടനാ പ്രവർത്തകന്റെ മികവ്, കഴിവ് എന്ന് പറയുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് യോഗത്തിന്റെ പ്രവർത്തനങ്ങളിലും യൂണിയന്റെ പ്രവർത്തനങ്ങളിലും ശാഖയുടെ പ്രവർത്തനങ്ങളിലുമൊക്കെ ചില പുഴുക്കുത്തുകളുണ്ട്. ആ പുഴുക്കുത്തുകളെ സംബന്ധിച്ച് അവർ വിമർശകർ മാത്രമാണ്, പ്രവർത്തകരല്ല. പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അതിനെ അഭിപ്രായം എന്നാണ് പറയുന്നത്. പക്ഷേ പുഴുക്കുത്തുകളായി മാറി നിന്നുകൊണ്ട് ഒരു വിരൽ മുന്നോട്ട് ചൂണ്ടിക്കൊണ്ട് 3 വിരൽ അവർക്ക് നേരെ തിരിച്ചുകൊണ്ടാണ് അവർ പലപ്പോഴും അവരുടെ പ്രവർത്തനങ്ങളിൽ വിമർശകരായി മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, പ്രവർത്തനങ്ങൾ കൊണ്ട് മുൻപോട്ട് വരാൻ സാധിക്കുകയില്ല എങ്കിൽ തല്ലി തകർത്തുകൊണ്ട്, ഞങ്ങളുടെ പടിഞ്ഞാറൻ ഭാഷയിൽ പറഞ്ഞാൽ പറയും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയും. അങ്ങനെ തല്ലി കലക്കിക്കൊണ്ട് ഞാനാണ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നേറാൻ പ്രവണത കാട്ടുന്ന ചില പ്രവർത്തകർ ഇന്നും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, ഭഗവാൻ ശ്രീനാരായണ പാദങ്ങൾ തിരുമുളത്തി ഈ പ്രസ്ഥാനത്തിൽ ആരൊക്കെ അങ്ങനെ പുഴുക്കുത്തകളായി മാറുന്നുണ്ടോ അവരൊക്കെ നിലംപരിശായി പോവുകയുള്ളൂ എന്നൊരു യാതൊരു സംശയവുമില്ല. പ്രവർത്തകർ പ്രവർത്തിച്ചുകൊണ്ട് തന്നെയിരിക്കും. കാരണം ഇത് ധർമ്മത്തിൽ അധിഷ്ഠിതമാണ്. ഇന്നിവിടെ യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർ പറഞ്ഞു, അവരുടെ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും പല യൂണിയനുകൾക്കും മാതൃകയാകുന്ന നിരവധിയായ പ്രവർത്തനങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിരവധി ചെറുപ്പക്കാരിവിടെ വന്നിരിപ്പുണ്ട്. നാളുകളിലെ വാഗ്ദാനങ്ങളായിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നവർ. നാളുകളിൽ ഈ സംഘടനയെ നയിക്കേണ്ടവരാണ് ഇന്നിവിടെ ഇരിക്കുന്നത്. നമുക്കറിയാം, മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതികളെ നിങ്ങളെ താനെന്ന് അരുൾ ചെയ്ത മഹാകവി കുമാരനാശാൻ നേതൃത്വം നയിച്ച സംഘടന. ആ സംഘടനയിൽ യുവത്വത്തിന്റെ നല്ല നാളുകൾ ചോര നീരാക്കി ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് അഭിമാനപൂർവ്വം നിൽക്കുന്നത് എന്ന് നമ്മൾ മറന്നുകൂടാ.
ഡോക്ടർ പത്മവും കുമാരനാസാനും സഹോദരയ്യപ്പനും വി കെ മാധവനും ആർശങ്കർ സാറും തുടങ്ങി കടന്നു വന്ന സംഘടനയിൽ നേതാവില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് നാം മറക്കരുത്. മലന്ന് കിടന്ന് തുപ്പുമ്പോൾ ഈ സംഘടനയെ നയിച്ചുകൊണ്ടിരിക്കുന്ന നേതൃത്വത്തെ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ട് പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ പ്രൊഫസർമാർ ചമഞ്ഞുകൊണ്ട് മുന്നേറുമ്പോൾ ഒന്ന് ചിന്തിക്കുക, അവരൊക്കെ കാലഹരണപ്പെട്ടു എന്ന് നാം ഉറക്കെ വിളിച്ചു പറയേണ്ടി വരും. കാരണം ഈ സംഘടനയെ കഴിഞ്ഞ 30 വർഷക്കാലമായി നേതാവില്ലാത്ത സംഘടനയെ നയിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് എല്ലാവർക്കും അഭിമാനപൂർവ്വം തലയൊത്ത് നിൽക്കാൻ സാധിക്കുന്നത് ആരാധ്യനായ SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നരേശൻ അവർകൾ ഈ സംഘടനയുടെ സാരഥ്യത്തിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ് എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. ഡോക്ടർ പൽബുവിനെ പോലെ ഉപാധ്യക്ഷനായിക്കൊണ്ട് ഇന്ന് ഈ സംഘടനയുടെ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നേറുന്നത് ആദരണീയനായ തുഷാർ വെള്ളാപ്പള്ളി അവറുകളാണ്. ഈ കോട്ടയം യൂണിയന്റെ ഭരണം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം മുൻനിരയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം സേവിക്കാൻ കിട്ടിയ അവസരം എന്റെ ജീവിതത്തിലെ പുണ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു കാര്യം ഉറപ്പ് പറയുകയാണ്, തുഷാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ യൂണിയന്റെ പ്രവർത്തനങ്ങളിൽ എന്തൊക്കെയാണോ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുള്ളത് അവയൊക്കെ ധർമ്മത്തിൽ അധിഷ്ഠിതമായി യാതൊരു പിഴവുകളില്ലാതെ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ചലിപ്പിച്ചുകൊണ്ട് മുന്നേറുവാൻ സാധിക്കും. അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയാണ് ആവശ്യം. മറ്റെല്ലാ പ്രവർത്തനങ്ങളും ശക്തമായി ഞങ്ങൾ ചെയ്തു കൊള്ളാം, യാതൊരു പിഴവുകളും ഉണ്ടാക്കില്ല. പക്ഷേ പുഴുക്കുത്തുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ വാക്കുകളെ മുകളിലേക്കെടുക്കാതെ ശക്തമായി ഒറ്റക്കെട്ടായി നിന്ന് മുന്നേറിയാൽ SNDP യോഗം കോട്ടയം യൂണിയൻ ഇന്നുള്ള 140 യൂണിയനുകളിൽ 1ാം സ്ഥാനത്തേക്ക് തന്നെ എത്തിച്ചേരുമെന്നതിൽ യാതൊരു സംശയമില്ല. ആത്മീയമായും ഭൗതികമായും ഉണർവേകിക്കൊണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചുകൊണ്ടാണ് കോട്ടയം യൂണിയന്റെ ഇന്നുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കുന്നത്. അതിനോടൊപ്പം ശ്രീ സിൽമുണ്ടപ്പള്ളി അവർകൾ, അതോടൊപ്പം ശ്രീ ശശികുമാർ അവർകൾ, നമ്മുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഒരു കമ്മിറ്റിയാണ് ഇന്ന് കോട്ടയം യൂണിയനിലുള്ളത് എന്ന് ആരും മറക്കരുത്. അതിനെ തച്ചുടയ്ക്കുവാനുമുള്ള പ്രവർത്തനങ്ങൾ ചിലർ ചെയ്തു തുടങ്ങി. പക്ഷേ അതൊക്കെ മലമ്പുഴക്കാരുടെ സ്വപ്നമല്ലാതെ ഒന്നും പറയുവാനില്ല. എനിക്ക് പറയുവാനുള്ളത്, ഇന്ന് വിളിക്കുന്ന യുവജനങ്ങളെ ഈ യുവജനങ്ങളുടെ ശക്തി ആർജിച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി നന്മ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സംഘടനയുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആരും നമുക്ക് ഒരു ഔദാര്യവും ചെയ്തു തരില്ല, ചോദിച്ചു വാങ്ങിയെങ്കിലേ നമുക്ക് കിട്ടുകയുള്ളൂ. അതിനായി തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് യോഗ നേതൃത്വത്തിന്റെ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. ഇവിടെ ഒരു കാര്യം കൂടി എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ തുഷാരി സൂചിപ്പിച്ചു, ഇവിടെ ഈ സംഘടനയുടെ പ്രവർത്തനം ഊർജ്ജസ്വലമാക്കുന്നതിന് വേണ്ടി എല്ലാ യൂണിയനുകളിലും ശാഖകളെ ചേർത്തുകൊണ്ട് നേതൃസംഗമങ്ങൾ നടക്കുകയാണ്. തെറ്റായ പ്രചരണങ്ങളിലൂടെ പാവപ്പെട്ട നമ്മുടെ ആളുകളെ പിന്നിലേക്ക് അടിക്കുന്ന ചില ആളുകൾ യാഥാർത്ഥ്യങ്ങൾ അവർ തിരിച്ചറിയണം. സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കണം. ഒറ്റക്കെട്ടായി നമ്മൾ നിന്നാൽ ഈ കേരളത്തിൽ എങ്ങനെ ഏത് രാഷ്ട്രീയം ഉൾപ്പെടെ എല്ലാം ചലിക്കണമെന്ന് ഇവിടുത്തെ ഈഴവർ തീരുമാനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ നാം തിരിച്ചറിയുക, പണ്ട് നമ്മുടെ അമ്മൂമ്മമാരെ പുളി കുടിപ്പിച്ച ഒരു സംഘടന, ഒരു എന്താ പറയുക, ഒരു നാടാണിതെന്ന് മനസ്സിലാക്കിക്കോളാം. എന്തിനാണെന്നറിയാമോ? നമ്മളൊക്കെ മന്ദബുദ്ധികളായി പോകാൻ. പക്ഷേ അമ്മൂമ്മമാർ പുളി കുടിച്ച മന്ദബുദ്ധികളല്ല, മറിച്ച് ശക്തമായി തിരിച്ചറിവോടുകൂടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ യോഗ്യരായവരാണ്. പിന്നിൽ നിൽക്കുന്നവരല്ല, മുന്നിൽ നിന്ന് നയിക്കാൻ പ്രാപ്തിയുള്ളവരാണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എല്ലാത്തിനും ഒറ്റക്കെട്ടായി മുന്നേറണമെന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ വരുന്ന ജൂലൈ മാസം 19-ാം തീയതി SNDP കോട്ടയം യൂണിയനിലെ 103 ശാഖകളിലെയും മുഴുവൻ ഭരണസമിതി അംഗങ്ങളും, മുഴുവൻ യൂത്ത് മൂവ്മെന്റ് ഭരണസമിതി അംഗങ്ങളും, മുഴുവൻ വനിതാ സംഘ സമിതി അംഗങ്ങളും ഒത്തുചേർന്നുകൊണ്ട് ഒരു മഹാസംഗമം നടക്കുകയാണ്. അതിന് മറ്റുള്ള കാര്യങ്ങളൊക്കെ മേഖലാടിസ്ഥാനത്തിൽ നിങ്ങളെ വിളിച്ചുകൂട്ടി പിന്നീട് അറിയിക്കുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ഒന്നോർക്കുക, നമ്മളൊക്കെ വേഷം കിട്ടിയവരാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും യോഗത്തിൽ അംഗമായത് നമ്മളുടെ അഭിമാനമാണ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് കടന്നു വരുന്നത് ഗുരുവിന്റെ നിയോഗമായി കണക്കാക്കുക. നമ്മളുടെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നാം തുടർന്ന് നടത്താൻ പോകുന്ന പരിപാടികളിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിലാഷിന്റെ ഈ ഭവനം വെച്ചു കൊടുത്തപ്പോൾ യൂണിയൻ തുഷാരിയൊക്കെ ചേർന്നുകൊണ്ട് മറ്റുള്ള സാധുകളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. 2 കൊച്ചു കുഞ്ഞുങ്ങളാണുള്ളവർക്ക് അവർക്ക് വിദ്യാഭ്യാസപരമായി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ യൂത്ത് വീട് വെച്ച് കൊടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആ കുടുംബത്തിന് ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ
ഇവിടുത്തെ വനിതാ സംഘവും അതോടൊപ്പം തന്നെ ധർമ്മപഠന ക്ലാസ്, വിവിധ ശാഖകൾ, ചില സുമനസ്സുകളൊക്കെ ഒരു ഫണ്ട് തന്നിരുന്നു. 5 ലക്ഷം രൂപ ആ ഫണ്ടായിട്ടുണ്ട്. അത് ആ കുട്ടികളുടെയും ആ അമ്മയുടെയും പേരിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് ഇട്ടുകൊണ്ട് അത് വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊടുക്കാൻ കൂടി തുഷാരിയുടെ അനുവാദത്തോടു കൂടി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. തീർച്ചയായും നമ്മൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകണം. അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ടു മനസ്സിലാക്കി കൊണ്ടുപോകണം. വനിതാ സംഘത്തിന്റെ പ്രവർത്തനവും യൂത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തനവും ശാഖയുടെ പ്രവർത്തനങ്ങളും ഒക്കെ അത്തരത്തിലായിരിക്കണം. തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്ന മുട്ടനാടുകളുണ്ട് എന്ന് മറക്കാതെ അവയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുവാൻ നിങ്ങൾ എല്ലാവരും പിന്തുണ നൽകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് യൂത്ത് മൂവ്മെന്റിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് സിഡിപി യോഗം കോട്ടയം യൂണിയന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഗുരുവിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരു സർവ്വം വിജയിക്കട്ടെ. ഞാൻ ഔപചാരിക യോഗത്തിലേക്ക് വന്ന ഒരാളാണ്. കൂടുതലൊരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. നമ്മുടെ സംഘടന കഴിഞ്ഞ 113-14 വർഷത്തെ ഉജ്ജ്വലവും തീക്ഷ്ണവുമായ പ്രവർത്തന വൈഭവത്തിന്റെ ഒരു കണക്ക് പുസ്തകം പരിശോധിച്ചാൽ സിഡിപി യോഗം ഇത്രയും മുന്നേറിയ ഒരു കാലഘട്ടം ശ്രീനാരായണ ഗുരുസ്വാമി കൃപാതങ്ങളുടെ ആ പവിത്രമായ ജന്മവും കർമ്മവും ധന്യമായ ജീവിതചര്യയും കൊണ്ട് തീക്ഷ്ണമായി മുന്നേറിയ ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് തന്നെയാണ് ഗുരുവിന്റെ തൊട്ട് ഇടത്തിരുന്ന കുമാരനാശാന് 16 വർഷങ്ങളാണ് സംഘടനാ പ്രവർത്തനത്തിന് ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ ഗുരു അനുമതി നൽകിയത്. പക്ഷെ ഇന്ന് തന്റെ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോരാട്ടത്തിൽ 30 വർഷങ്ങളാണ് ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ വെള്ളാപ്പള്ളി നടേശന് നൽകിയത്. അത് ഗുരുവിന്റെ കാരുണ്യവും കൃപയും കടാക്ഷവും കൊണ്ട് തന്നെയാണെന്ന് അഭിമാനത്തോടുകൂടി ഓരോ ഇന്നവനും പറയാൻ കഴിയുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് നമ്മുടെ ഒരു കൂടപ്പിറപ്പിന്റെ ജീവിതം നഷ്ടപ്പെട്ടപ്പോൾ കൈത്താങ്ങായി കൈ പിടിച്ചുയർത്തി ആ കുടുംബത്തെ സഹായിക്കാൻ കോട്ടയത്തെ SNDP യൂത്ത് മൂവ്മെന്റ് കാണിച്ച ഈ വലിയ മനസ്സിന് മുമ്പിൽ നമ്മൾ സദസ്യരായി അവർക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. ഒപ്പം നമ്മുടെ നേതാവ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർ ഇവിടെ സൂചിപ്പിച്ച പോലെ നാം ഇന്ന് അറിവും തിരിച്ചറിവും ഓരോരുത്തരിലും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വലിയ സംസാരം നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാരെ എല്ലാവർക്കും നമസ്കാരം. ഒരു വലിയ പ്രസംഗത്തിലോട്ട് പോകുന്നില്ല. കഴിഞ്ഞ ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് പിന്നിൽ അണിനിരുന്നുകൊണ്ട് യൂത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ആ കാലഘട്ടത്തിൽ എന്നോടൊപ്പം യൂത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തനത്തിൽ വന്ന ഏതാണ്ട് 95% യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകരാണ് ഇന്ന് കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളമുള്ള യൂണിയന്റെ മുഴുവൻ ഭരണകർത്താക്കൾ എന്ന് എന്റെ അനുഭവം കൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമുക്കറിയാം SNDP യോഗത്തിന്റെ സമാരാധനായ ജനറൽ സെക്രട്ടറി തന്റെ 3 പതിറ്റാണ്ട് കാലത്തെ സംഘടനാ പ്രവർത്തനങ്ങൾ പിന്നിടുവാനായിട്ട് ഒരുങ്ങുമ്പോൾ അതിന്റെ പിന്നിലുള്ള ടോർപ്പുടകളൊക്കെ വെച്ച ആളുകളെ ഞങ്ങൾക്ക് ചേർത്തലക്കാർക്ക് അറിയാം. എനിക്ക് ഉറപ്പായിട്ടറിയാം, തുഷാറിന്റെ സംഘടനയിലൊന്നും പ്രവർത്തിക്കാതെ മാറി നിന്നൊരു കാലം ഉണ്ടായിരുന്നത്. അന്ന് വളരെ നിർബന്ധപൂർവ്വം അദ്ദേഹത്തിന് ഒരുപാട് വൈമനസ്യത്തോടു കൂടിയാണ് ഈ പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹം തിരിച്ചു വന്നത്. അദ്ദേഹം ബിസിനസ്സിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്നൊരു കാലഘട്ടത്തിൽ അന്നത്തെ യോഗത്തെ സ്നേഹിക്കുന്ന ആളുകൾ വളരെ ആത്മാർത്ഥമായിട്ട് ശ്രീ തുഷാർജിയോട് അഭ്യർത്ഥിച്ചത്, താങ്കൾ ഈ യോഗത്തിന്റെ പിന്നിലേക്ക് നിന്നില്ല എങ്കിൽ ഇന്ന് നമ്മളെ കാണുന്ന പലരും ഇപ്പൊ ജനറൽ സെക്രട്ടറിയുടെ 30 വർഷമൊന്നും ആഘോഷിക്കേണ്ടി വരത്തില്ല. ഇവിടെ തീർച്ചയായിട്ടും ഇതിന് പുറകെ കുത്തിയില്ല. ഞങ്ങൾക്കൊക്കെ അറിയാം, ഏത് പ്രശ്നം വന്നു കഴിഞ്ഞാലും തുഷാർജി ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയുടെയും ഇന്നുള്ള ഈ പോക്കിന്റെ എല്ലാം പിന്നിൽ നിന്ന് നെടുനായകത്വം വഹിച്ചത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, ശ്രീ തുഷാർജിയാണ്. എന്നാൽ SNDP യോഗത്തിന് ചരിത്രം പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, SNDP യോഗത്തിന് മുൻകാലങ്ങളിൽ കേരളത്തിലെ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെ അഭിമാനത്തോടെ നമ്മുടെ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ ചിന്തിക്കുക. SNDP യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ നമുക്കറിയാം, ഈ കേരളത്തിൽ നിന്ന് ഇത്രയും സ്വീകാര്യനായിട്ടുള്ള ഒരു നേതാവിനെ SNDP യോഗത്തിന്റെ ചരിത്രം പരിശോധിച്ച് ഇന്ന്
നമുക്ക് പറ്റുന്ന ഒരു കുഴപ്പം അദ്ദേഹത്തിന്റെ ഈ സ്വാധീനം ഈ സംഘടനയ്ക്ക് അനുഗുണമാക്കി തീർക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പുനർചിന്തനം നടത്തേണ്ടതാണ്. അഭിലാഷിന്റെ വീടിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരു നിർദ്ദേശം നൽകി. രണ്ടുപേരുടെ പേര് അദ്ദേഹം പറഞ്ഞെങ്കിൽ പോലും വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞു, ശശികുമാറെ നമുക്ക് അദ്ദേഹത്തിന്റെ വീട് നമുക്ക് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി സുമോദ് എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഈ കനക ജൂബിലിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളൊരു ഭവനം നിർമ്മിച്ചു കൊടുക്കുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. അത് അഭിലാഷനായാൽ ഞങ്ങൾക്ക് സന്തോഷം. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ അത്രയും വലിയൊരു ബഡ്ജറ്റ് ഇല്ല. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇത് ചെയ്യുക, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. കാര്യം ഇത് സുഷാർജി നിർദ്ദേശം തന്നിട്ടുണ്ട് നമുക്ക്. കാരണം നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ 5 ലക്ഷത്തി സംതിങ് രൂപ ഇവരുടെ പ്രവർത്തനത്തിന് എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാലും മുടക്കാൻ തന്നെയാണ് ചിന്തിച്ചത്. മാത്രമല്ല എന്റെ ചേർത്തലയില് എത്രയോ പേർക്ക് തുഷാർജി വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം അതുകൊണ്ട് ഉറപ്പായിട്ട് നമുക്കറിയാമായിരുന്നു ഇവിടെ ഏറ്റെടുക്കുന്ന ഓരോ പരിപാടികളിലും എന്തെങ്കിലും നിർണായക ഘട്ടം വന്നാൽ ആ നിമിഷം തുഷാർജിന് ഫോൺ കോൾ വരും. തീർച്ചയായിട്ടും ഈ നടന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ തുടക്കം തൊട്ടുള്ള ഈ അവസാനം വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് യൂണിയൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പോരായ്മകളും പ്ലസും മൈനസും എല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് അദ്ദേഹം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുവാനായിട്ട് ഒരു സാഹചര്യം ഈ കോട്ടയം യൂണിയനിൽ എനിക്കും ലഭിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനൊരു ഭവന നിർമ്മാണ പ്രവർത്തനത്തിന് അതിധീരമായിട്ട് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകര്, അതോടൊപ്പം തന്നെ നമുക്കറിയാൻ സാധിക്കും നമ്മുടെ ചേർത്തലയിൽ പ്രവർത്തിക്കുന്ന ധർമ്മ പഠന കേന്ദ്രക്കാര്, അവരൊരിക്കല് ഒരു 10,000 രൂപ ഇങ്ങനെ ടൂർ പോയിട്ട് ബാക്കി വന്ന പൈസയുമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, പ്രസാദ് സാറിനോട് പറഞ്ഞു, സാറേ ഇങ്ങനെ അഭിലാഷിന് ഒരു വീട് വെച്ചു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കൂടിയാലോചിച്ച് ഒന്ന് സഹായിച്ചാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് 1,25,000 രൂപയാണ് അവർ നമുക്ക് തന്നത്. അതുകൊണ്ട് അതുപോലെയുള്ള സുമനസ്സുകളായിട്ടുള്ള ആളുകളെ യൂണിയന് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാധാരണക്കാരനായിട്ട് എരുമല്ലൂരിന്റെ മണ്ണിൽ നിന്ന് CM സുധീന്ദ്രൻ അവരുകൾ നമ്മൾ ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഇതിന്റെ ഇലക്ട്രിക്കൽ പണികൾ ഞാൻ സ്വന്തമായിട്ട് ചെയ്തു തന്നോളാന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധാരണ മനുഷ്യനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന വളരെ തിരുവല്ലയുടെ മണ്ണിലേക്ക് മല്ലപ്പള്ളി ഇടമറ്റൂർ ചെന്നപ്പോൾ രവീന്ദ്രൻ സാറിനെ കണ്ടപ്പോൾ വളരെ സ്നേഹനിർഭരമായിട്ടുള്ള സ്വീകരണം നൽകുകയും ഈ ആവശ്യം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് എത്ര മണ്ണാണ് അല്ലെ എത്ര നെറ്റിലാണ് ആവശ്യം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സ്വന്തം റിസ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ വാഹനത്തില് ഈ പള്ളം 28 ശ്രീ ഷിജോ കെ തോമസ്, നമ്മളൊപ്പം തോളോട് ചേർന്ന് നിന്നിരിക്കുന്ന ശ്രീ രാജീവൻ സഹദേവൻ, അദ്ദേഹങ്ങളുടെ അടുത്ത അവാർഡ് നൽകുന്നത് സ്നേഹ സേവനം ഗ്ലോബൽ ട്രസ്റ്റിനാണ്. നമ്മുടെ ടൈംസും അതിന്റെ ലേബർ കോസ്റ്റ് ഉൾപ്പെടെ അതിന്റെ മുഴുവൻ ചെലവുകളും അവർ ഏറ്റെടുത്തു. നമ്മുടെ ഓക്സിജൻ ഗ്രൂപ്പിന്റെ ഷിജോ കെ തോമസ് മറുപടി 2 വാക്ക് സംസാരിക്കുന്നു. നോട്ടീസ് ഒന്ന് നോക്കിയാൽ അറിയാം, ആ നോട്ടീസിന്റെ പുറകു ഭാഗത്ത് ഒരു പരസ്യമുണ്ട്. അത് ഓക്സിജന്റെ പരസ്യമാണ്. എന്നാൽ കടയുടെ പരസ്യം അതിൽ കൊടുത്തിട്ടേയില്ല. നിങ്ങളത് കണ്ടു കാണും. പകരം അഭിലാഷം ഭവനത്തിലുള്ള ആശംസ മാത്രമാണ് അതിലുള്ളത്. ഏറെ ബഹുമാനത്തോടു കൂടി സാറിനെ നിങ്ങളോട് സംസാരിക്കുവാൻ ക്ഷണിക്കുന്നു. ആദരണീയനായ യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, എന്നെ സംബന്ധിച്ച് ഈ ഒരു ചടങ്ങിലേക്ക് യൂത്ത് മൂവ്മെന്റിന്റെ ആളുകളും ശ്രീ വൈശാലും ചേർന്ന് ക്ഷണിക്കാൻ വന്നപ്പോൾ വലിയ സന്തോഷം തോന്നി. 2 സന്തോഷങ്ങളുണ്ട്. ഒന്ന്, ഇന്ന് ഈ അഭിലാഷം ഭവന പദ്ധതിയിലൂടെ ആ വീടിൻ്റെ താക്കോൽ ഏറ്റുവാങ്ങിയത് എൻ്റെ സ്ഥാപനത്തിലെ ഒരു സഹോദരിയാണ്, അഞ്ജു ആണ്. വലിയൊരു ഹൃദയസ്പർശിയായിട്ടുള്ള എന്നെ സംബന്ധിച്ചൊരു തിരിച്ചറിവായിരുന്നു. ഇത്ര ഒരു എഫേർട്ട്, ഒരു സെൽഫ്ലെസ് ആയിട്ട് യൂത്ത് മൂവ്മെന്റിന്റെ ആളുകൾ ഇത്ര പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്തു. അപ്പൊ അത് കഴിയുമാറും തന്നെ ഞാൻ സ്റ്റേജിൽ നിന്ന് ഇരിക്കാൻ ഉദ്ദേശിച്ച് വന്നതല്ല, എല്ലാ സദസ്സിൽ നിന്ന് പ്രോഗ്രാം കാണാനായിട്ട് വന്നതാണ്. 2, SNDP യോഗവുമായിട്ട് എൻ്റെ ബന്ധം. ഞാൻ ബിസിനസ് ഇവിടെ തുടങ്ങി 2 പതിറ്റാണ്ട് മുമ്പ് തുടങ്ങുന്ന സമയം മുതൽ തന്നെ SNDP കോട്ടയം യൂണിറ്റുമായിട്ടും ശാഖയുമായിട്ടും അടുത്ത ബന്ധം. നാഗപുരം ക്ഷേത്രത്തിനടുത്താണ് നമ്മുടെ സ്ഥാപനം. വലിയൊരു ഹൃദയബന്ധം SNDP യൂണിയൻ്റെ നേതാക്കന്മാരുമായിട്ട് പ്രവർത്തകന്മാരുമായിട്ട് വർഷങ്ങളായിട്ട് എനിക്കുണ്ട്. പിന്നെ ചെറുപ്പം പോലെ ഒരു നാരായണീയ ദർശനങ്ങൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചയാളാണ്.
എന്നിരുന്നാൽ തന്നെ ശ്രീരാമൻ ഒരു നാരായണീയ ദർശനങ്ങൾ എപ്പോഴും എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്തുള്ള സുഹൃത്തുക്കളെ അറിയാം, ഞങ്ങളുടെ അപ്പം ആ ആദർശങ്ങൾ പേരുന്ന ഒരു സംഘടന നടത്തുന്ന പരിപാടി എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അങ്ങനെ രണ്ട് സന്തോഷങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് എനിക്കുണ്ട്. ഇത് ഇത്ര വിജയകരമായി ഇവിടെ പൂർത്തിയാക്കിയ SNDP യൂത്ത് മൂവ്മെന്റിന്റെ ഭാരവാഹികളോട് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഈ സമയത്ത് അദ്ദേഹത്തെ അറിയിക്കുകയാണ്. കൂടാതെ കനക ജൂബിലിയാണ്, അതിന് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ചുരുക്കുന്നു. നമസ്കാരം. ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ കൂടി തന്നെയാണ് നിങ്ങളോടൊപ്പം ഞാൻ നിൽക്കുന്നത്. കാരണം ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്നത്തെ ഇവിടുത്തെ യൂത്ത് മൂവ്മെന്റ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാര്യത്തിൽ തർക്കമൊന്നുമില്ല. തന്നോടൊപ്പം ഞങ്ങളോടൊപ്പം കൂട്ടുകാരായി നിന്ന ഒരു പ്രവർത്തകന് അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്സ് യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർ കാണിച്ചു. പക്ഷെ അതിനൊക്കെ പ്രചോദനമായിട്ട് നിന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് തനിക്ക് കിട്ടുന്ന ഇതുപോലെയുള്ള സുമനസിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളും അതുപോലെ തന്നെ ചെറിയ സ്വന്തം കയ്യിൽ നിന്നൊക്കെ എടുത്തുള്ള വിഭവങ്ങളൊക്കെ കുറേശ്ശെ പങ്കുവെച്ച് കൊടുത്തിട്ട് അതെങ്ങനെയായി ജഡ്ജ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ പറയും, ഒരു 50,000 രൂപ തന്നിട്ട് പറയും 1,00,000 രൂപ പണം ചെയ്യും, അല്ലെങ്കിൽ ഒരു 5 ലക്ഷം രൂപ തന്നിട്ട് പറയും 10 ലക്ഷത്തിന്റെ വീട് പണിതു കൊടുക്കുക. ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ഒരുപാട് കർമ്മ പദ്ധതികളിലൂടെ നമ്മളെ നയിച്ചുകൊണ്ട് ഇങ്ങനെ ഒരുപാട് വീടുകൾ ഇന്ന് ഈ കേരളത്തിൽ ഇവിടെ ഒരു കൊച്ചി സ്റ്റാഫിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വീട് പണിതു കൊടുക്കാൻ സാധിച്ചു. അതുപോലെ കോട്ടയം യൂണിയനിൽ പലപ്പോഴായിട്ട് വീട് പണിത് കൊടുത്തിട്ടുള്ളതായിട്ട് എനിക്കറിയാം. ഇന്ന് കേരളത്തിലെ പല സ്ഥലത്തും ഇങ്ങനെ വീടുകൾ നമ്മൾ പണിത് കൊടുത്തിട്ടുണ്ട്. ഒരു ഗവൺമെന്റ് ചെയ്യുന്നതിലധികമായിട്ട് നമ്മുടെ ശ്രീനാരായണീയ സമൂഹത്തിന് അവർക്ക് ഒരു കൈത്താങ്ങായി നിൽക്കാനായിട്ട് SNDP യോഗം വിവിധ കർമ്മ പദ്ധതികളിലൂടെ അവരെ പോഷക സംഘടനയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ ധർമ്മം എന്താണെന്ന് അവരിലേക്ക് തിരിച്ചറിയിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് SNDP യോഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കർമ്മത്തിൽ ധർമ്മം വേണമെന്നാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു മാതൃകാപരമായിട്ടുള്ള ഈ പ്രവർത്തനം ചെയ്ത ഇവിടുത്തെ യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകരോട് പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. അതുപോലെ അതിനോട് എല്ലാ പ്രോത്സാഹനവും നൽകിയ യൂണിയന്റെ പുതിയ സാരഥിമാർ, തീർച്ചയായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളാണെങ്കിലും ഇവിടെ കോട്ടയത്ത് നേരത്തെ പറഞ്ഞത് എന്നും ഞങ്ങളൊക്കെ അസൂയോടെ കൂടെ നോക്കിക്കാണുന്ന 2010 മുതൽ ഞാൻ കോട്ടയം യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ പരിപാടികൾ പങ്കെടുത്തിട്ടുള്ളതാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ കോട്ടയം യൂണിയൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇടക്കാലത്ത് വെച്ച് ചെറിയ താളപ്പിഴകൾ വന്നു. അതെല്ലാം തീർത്ത് മുന്നേറുന്നതിന് വേണ്ടി ഇവിടെ മുഴുവൻ പുതിയ സാരഥിമാർ വന്ന് അതെല്ലാം ആ താളപ്പിഴകളൊക്കെ മാറ്റിക്കൊണ്ട് എല്ലാ പ്രോത്സാഹനവും നൽകിക്കൊണ്ട് മുന്നേറുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞതുപോലെ ചോയ്സ് ബോർഡിന്റെ ചെയർപേഴ്സണുമായിട്ട് ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതും നേരത്തെ പറഞ്ഞതുപോലെ SNDP യോഗത്തിന്റെ പ്രവർത്തനത്തിലൂടെ ആണ് ആ ഒരു രംഗത്തേക്ക് കടന്നു വരാൻ എനിക്ക് സാധിച്ചത് എന്നുള്ളത്. അതിൽ നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. ആ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എല്ലാ പ്രാർത്ഥനയും നിങ്ങൾ എന്നിൽ ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഇവിടെ കുറച്ച് അഹങ്കാരത്തോടെ കൂടെ ഞാൻ നിന്നെ ഇത് വനിതാ സംഘത്തിന്റെ ഒരു കർമ്മപദ്ധതിയായിരുന്നുവെങ്കിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അവരും ഒരു പ്രോമിസ് നൽകിയിട്ടുണ്ട്. ഞാൻ ഇരിക്കുന്ന ഒരു വേദിയിൽ 50 വർഷം കഴിഞ്ഞ ഈ അവസരത്തിൽ വനിതാ സംഘവും ഇതുപോലെ ഒരു കൊച്ചു സൗകര്യം പഠിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ള കാര്യം എനിക്കറിയാം. തീർച്ചയായിട്ടും അതും അത്തരത്തിൽ ഇനിയും ഇത്തരം വേദികൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അഭിലാഷിന്റെ എല്ലാ അഭിലാഷങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് ആ വീട്ടിലിരുന്ന് അവർക്ക് എല്ലാ നല്ല ഭാവികളും ഉണ്ടാവട്ടെ, ആ കുഞ്ഞുങ്ങൾക്ക് എല്ലാ നല്ല ഭാവിയും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുരുത്വപാദങ്ങൾ അനുഭവം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇത്രയും നന്ദി, നമസ്കാരം. ഊർജ്ജം പകരുന്ന ഒന്ന് തന്നെയാണ് SNDP യോഗം യൂത്ത് മൂവ്മെന്റ് കോട്ടയം യൂണിയൻ സമിതി 50 വർഷങ്ങൾ പൂർത്തിയാകുന്ന ഈ വേളയിൽ ഞങ്ങൾക്ക് മുന്നേ നടന്നുപോയ ഈ യൂണിയന്റെ സമാരാധ്യരായ യൂത്ത് മൂവ്മെന്റ് മുൻകാല ഭാരവാഹികളെ ഇപ്പോൾ ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആവേശവും ഊർജവും പകരുന്ന, എപ്പോഴും എന്ത് ഉപദേശം നൽകുന്ന യൂത്ത് മൂവ്മെന്റിന്റെ മുൻകാല ഭാരവാഹികളെ ആദരിക്കുന്നതിന് വേണ്ടി SNDP യോഗത്തിന്റെ സമാരാധ്യനായ കൗൺസിലർ ശ്രീ സന്ദീപ് പച്ചയിൽ അവർകളാണ് നിർവഹിക്കുന്നത്. സന്ദീപ് ഏട്ടനെ ഏറെ സ്നേഹത്തോടുകൂടി നിങ്ങളോട് സംസാരിക്കുന്നതിന് അതിനുശേഷം മുൻകാല ഭാരവാഹികളെ ആദരിക്കുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ വൈകിയ വേളയിൽ ഞാൻ അധികം സംസാരിക്കുന്നില്ല. എന്നാലും തുഷാർജി ഇവിടെ പറഞ്ഞതുപോലെ 25 വർഷത്തിന് മുമ്പ് തുഷാർജി യൂത്ത് മൂവ്മെന്റ് ഏറ്റെടുക്കുമ്പോൾ
10-30 പേരാണ് അന്ന് ആ നേതൃത്വ മീറ്റിങ്ങിൽ വന്നത്. എന്നാൽ 2016 എന്നെ യൂത്ത് മൂവ്മെൻ്റ് ചെയർമാനായിട്ട് ഏൽപ്പിക്കുമ്പോൾ ഒരു വലിയൊരു ഹാള് നിറച്ച് ആൾക്കാരും യൂത്ത് മൂവ്മെൻ്റ് പ്രവർത്തകരും ഈ കേരളത്തിനകത്തുള്ള 146 യൂണിയനുകളുടെ യൂത്ത് മൂവ്മെൻ്റ് നേതാക്കന്മാരുടെ പങ്കാളിത്തവും ആ നേതൃത്വ നിലയിൽ എന്നിൽ ഏൽപ്പിച്ചാണ് അദ്ദേഹം ഈ സ്ഥാനം എന്നിൽ ഏൽപ്പിച്ചത്. അപ്പോൾ SNDPO യൂത്ത് മൂവ്മെൻ്റ് പ്രസിഡന്റായിരുന്ന തുഷാർജിയുടെ നേതൃത്വത്തിൻ്റെ ആ കഴിവാണ് അന്നവിടെ കാണാൻ നമുക്ക് സാധിച്ചത്. ഇന്ന് SNDPO എന്ന മഹാപ്രസ്ഥാനത്തിനെ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നേതാവ് ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുകയും ആ വീടിൻ്റെ താക്കോൽദാനമൊക്കെ നടത്താൻ ആ പരിപാടിയിൽ പങ്കെടുക്കുവാനും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയേറെ അഭിമാനം. എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള യൂത്ത് മൂവ്മെൻ്റ് നേതൃത്വത്തിൽ, കോട്ടയം യൂണിയനിലെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കുറഞ്ഞ കാലം കൊണ്ട് ഈ ഒരു വീടിൻ്റെ പണി പൂർത്തീകരിച്ചതിൽ വളരെയേറെ സന്തോഷം. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത് അതിലേറെ സന്തോഷമുണ്ട്. ഇവിടെ യൂണിയൻ്റെ കൺവീനർ ഒരു കാര്യം പറഞ്ഞു, യൂത്ത് മൂവ്മെൻ്റിൻ്റെ കോട്ടയം യൂണിയൻ്റെ ചെയർമാനാണ് തുഷാർജി, അതുകൊണ്ട് കോട്ടയം യൂണിയൻ എന്ന് പറയുന്നത് കേരളത്തിലെ 1-ാം നമ്പർ യൂണിയൻ ആകും എന്ന് പറയുന്നത് അത് ഞാൻ സമ്മതിക്കില്ല. കാരണം എന്നെ മറ്റൊരു യൂണിയൻ ഏൽപ്പിച്ചിട്ടുണ്ട്, കുട്ടനാട് യൂണിയനും അതുപോലെ തിരുവനന്തപുരത്ത് കല്ലറ യൂണിയനും. അവിടെ എനിക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങൾ തരുന്നതും തുഷാർജിയാണ്. അതുകൊണ്ട് ഞാൻ നോക്കുന്നതായിരുന്നു 1-ാം നമ്പർ യൂണിയൻ എന്നായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് മത്സരിക്കാം. ശശിയേട്ടനോടുണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്, എല്ലാവർക്കും. അപ്പോൾ ഈ പരിപാടിയിൽ വന്ന് പങ്കെടുക്കാൻ എത്തിയതിൽ വളരെയേറെ സന്തോഷം. പ്രത്യേകിച്ച് യൂത്ത് മൂവ്മെൻ്റ് പ്രവർത്തകർക്ക്, ഭരണാ സംഘത്തിൻ്റെ നേതാക്കന്മാർക്ക്, സഹായകന്മാരായവർക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സന്ദീപ് പച്ചയിൽ അവരുടെ പക്കൽ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി വരേണ്ടത് ശ്രീ KK മോഹനൻ അവർകളാണ്. VM ശശി അവർകളാണ്. PN ദേവരാജൻ അവർകൾ വേദിയിലേക്ക് എത്തണം. VN സഹദേവൻ അവർകളാണ്. TT പ്രസാദ് അവർകൾ. അനിൽകുമാർ വേദിയിലേക്ക് എത്തുന്നു. ഭാരവാറിന് ശേഷം എത്തേണ്ടത് MN അനീഷ് കുമാർ അവർകളാണ്. യൂത്ത് മൂവ്മെന്റിന്റെ മുൻകാല പ്രസിഡന്റുമാരാണ് ഇപ്പോൾ വേദിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്രിജേഷ് ശ്രീ ബ്രീസുല്ല അവർകളാണ്. PV വിനോദ് അവർകളാണ്. ശ്രീ PB ഗിരീഷ് അവർകളാണ്. യൂത്ത് മൂവ്മെന്റിന്റെ മുൻകാല യൂണിയൻ സെക്രട്ടറിമാർക്കാണ്. ആദ്യം വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ശ്രീ VN സോമൻ അവർകളെയാണ്. CG കൃഷ്ണകുമാർ അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. TN സുരേഷ് കുമാർ അവർകളാണ്. മഠത്തിന്റെ താന്ത്രികാചാര്യൻ ശിവനാരായണ തീർത്ഥസ്വാമികളാണ്. സ്വാമിയും ഇപ്പോ കേരളത്തിൽ ഇല്ല. അന്താറാം റോയി തോളൂർ അവർകളാണ്. ശ്രീ MN ബിജു അവർകളാണ്. ശ്രീ MS അനീഷ് കുമാർ അവർകൾ വേദിയിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. പ്രശാന്ത് PK അവർകൾ വേദിയിലെത്തി ആദരവ് ഏറ്റ് വാങ്ങുന്നു. തുടർന്ന് R പ്രിയേഷ് അവർകളെ ആദരവ് ഏറ്റ് വാങ്ങുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൊടുക്കേണ്ടത് മുൻ സെക്രട്ടറി ശ്രീദേവ് ദാസനാണ്. ശരീരമർത്ഥം പ്രാണം സദ്ഗുരുഭ്യോ നിവേദയേത്. നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. എൻ്റെ നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ വേദിയിലിരിക്കുന്നത്. തീർച്ചയായിട്ടും ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നമുക്ക് പകർന്നു നൽകിയ സന്ദേശങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായത് അനുകമ്പ, കരുണ എന്ന രണ്ട് വിശേഷമായിരിക്കുന്ന ഭാവങ്ങളാണ്. സഹജീവികളോട് ഉണ്ടാകേണ്ടതായ കരുണയെക്കുറിച്ച് ഗുരു അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതചര്യ കൊണ്ട് തന്നെ നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ അഭിനന്ദനീയമായ ഒരു കാര്യം തന്നെയാണ് SNDP യോഗം യൂണിയൻ സമിതി ഏറ്റെടുത്ത് നിർവഹിച്ച് അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഗുരുവിൻ്റെ എല്ലാ കൃപയും അനുഗ്രഹവും ഇതിനുവേണ്ടി അഹോരാത്രം പണിയെടുത്ത
ഇതിൻ്റെ പ്രവർത്തകർക്ക് ഉണ്ടാകും എന്ന് മാത്രം ഞാൻ ആദ്യം പറഞ്ഞുകൊള്ളട്ടെ. തീർച്ചയായിട്ടും നാഗമ്പടം ക്ഷേത്രത്തെ സംബന്ധിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും കോട്ടയംകാരായ നമ്മൾ ആരോടും തന്നെ പറയേണ്ട ആവശ്യമില്ല. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ഈ മധ്യ കേരളത്തിലേക്ക് സഞ്ചരിച്ചപ്പോഴൊക്കെ തന്നെ അദ്ദേഹം താമസിച്ച പുണ്യസങ്കേതമാണ് നമ്മുടെ നാഗമ്പടത്തിൻ്റേത്. കാരണം കോട്ടയം യൂണിയനെ സംബന്ധിച്ച് കോട്ടയത്തിൻ്റെ ആധ്യാത്മിക ഊർജ സ്രോതസ്സാണ് നാഗമ്പടം ക്ഷേത്രം. ആ നാഗമ്പടം ക്ഷേത്രത്തെ കേന്ദ്രീകൃതമായ ബിന്ദുവാക്കിക്കൊണ്ടാണ് നമ്മൾ കാണേണ്ടത്. കാരണം തൃപ്പാദങ്ങൾ അവിടെ നിന്നുകൊണ്ടാണ് നമ്മുടെ എല്ലാ ചരിത്രപരമായിരിക്കുന്ന തീരുമാനങ്ങളും, നമ്മളെ ശിവഗിരി തീർത്ഥാടനം ഉൾപ്പെടെയുള്ള പരമപ്രധാനമായിരിക്കുന്ന കർമ്മങ്ങളൊക്കെ തന്നെ നിർവഹിച്ച പുണ്യസങ്കേതമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അഭിലാഷേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ അവിടെ അർച്ചകനായി എത്തിയ കാലം മുതൽ തന്നെ വളരെ സൗഹൃദപരമായ ഒരു ബന്ധം, ഒരു ജ്യേഷ്ഠൻ എന്നുള്ള നിലയിൽ, എന്നെക്കാലം 1-2 വയസ്സിന് മൂത്തതാണെങ്കിലും ജ്യേഷ്ഠൻ എന്ന് തന്നെയാണ് നമ്മൾ കണ്ടിരുന്നത്. ആ സുഹൃത്ത് ബന്ധം എന്നും നിത്യേന അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ തുടക്കം നാഗമ്പടം ക്ഷേത്രത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ ആ ഒരു ദിവസത്തിൻ്റെ പര്യവസാനവും നാഗമ്പടം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നുകൊണ്ടാണ്. കാരണം യൂണിയൻ്റെ വാഹനം നാഗമ്പടം ക്ഷേത്രത്തിലാണ്. അത് എടുക്കുവാനും തിരിച്ചു കൊണ്ടിടുവാനും രാവിലെയും വൈകുന്നേരവും കൃത്യമായി ക്ഷേത്രത്തിലെത്തണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭവും ഒരു ദിവസത്തെ ആരംഭവും പര്യവസാനവും നാഗമ്പടം ക്ഷേത്രത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹം താമസിച്ചതും നാഗമ്പടം ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ്. തീർച്ചയായിട്ടും ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ അനുഗ്രഹം അദ്ദേഹത്തോടൊപ്പമുണ്ട്, ആ കുടുംബത്തോടൊപ്പമുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ദീപാരാധനയ്ക്ക് കയറുവാൻ ഞാൻ നിൽക്കുന്ന സമയത്താണ് സജീവേട്ടൻ എൻ്റെ അടുത്ത് വന്ന് പറയണു, അഭിലാഷിനെ എന്തോ നെഞ്ചുവേദനയാണ്, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ക്ഷേത്രത്തിൽ കയറുവാൻ തച്ചുകൊടുത്തിരുന്ന ഞാൻ പെട്ടെന്ന് തന്നെ ഓടി വണ്ടി എടുത്ത്, എങ്ങനെയാണ് ആ വീട്ടിലെത്തിയെന്ന് എനിക്കറിയില്ല, പെട്ടെന്ന് തന്നെ ഞാനും സജീവേട്ടനും കൂടെ അദ്ദേഹത്തെ കരുത്താസ് ഹോസ്പിറ്റലിലേക്ക് 5 മിനിറ്റ് കൊണ്ട് എത്തിച്ചു. അന്ന് മുതൽ ഈ നിമിഷം വരെ ആ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ സങ്കടങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് ആ കുട്ടികളുടെ കാര്യങ്ങളാണെങ്കിലും അതുപോലൊക്കെ തന്നെ അവരുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ തന്നെ മാർഗനിർദ്ദേശം കൊടുത്തുകൊണ്ട് ആണ് ഈ നിമിഷം വരെയും പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മളുടെ സമൂഹം ആ കുടുംബത്തോട് കാട്ടിയ കരുണ തീർച്ചയായിട്ടും മാതൃകാപരമാണ്. അതിന് നേതൃത്വം നൽകിയ, അതിന് കാരണഭൂതരായിരിക്കുന്ന കോട്ടയം യൂണിയൻ്റെ ഇപ്പോഴത്തെ സാരഥ്യം വഹിക്കുന്ന ഭരണസമിതിയിലെ പ്രധാനമായിരിക്കുന്ന ശശികുമാർ സാറും അതുപോലെ തന്നെ സുരേഷ് സാറും നയിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതിയാണ് അതിന് കാരണഭൂതനായിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബത്തോട് നമ്മളുടെ സമൂഹം കാട്ടിയ ആ കരുണയ്ക്ക് തൃപ്പാദങ്ങൾ നമുക്ക് കാട്ടിത്തന്ന ആ വലിയ സന്ദേശമാണ് നമ്മളിവിടെ പ്രാവർത്തികമാക്കിയിരിക്കുന്നതെന്നുള്ള ചരിതാർത്ഥ്യമുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി, നിറഞ്ഞ മനസ്സോടുകൂടി ആ ഗുരുവിൻ്റെ കൃപയും കടാക്ഷവും ഈ സമൂഹത്താകമാനമുണ്ടാകട്ടെ. ഇനിയും ഇത്തരത്തിലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ നമ്മളുടെ യൂണിയനും ഈ യൂത്ത് മൂവ്മെൻ്റ് ഭാരവാഹികൾക്കും തുടർന്ന് വരുന്ന യൂത്ത് മൂവ്മെൻ്റ് ഭാരവാഹികൾക്കും വനിതാ സംഘത്തിനും ഒക്കെ ഈ ഇതുപോലുള്ള കാരുണ്യപരമായിരിക്കുന്ന കാര്യങ്ങൾ, സഹജീവികളോടുള്ള അനുകമ്പയും സ്നേഹവും കരുണയും ഒക്കെ തോന്നുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള അനുഗ്രഹവും അവർക്ക് വേണ്ട ശക്തിയും പകർന്നു നൽകണമേ എന്ന് മാത്രം തൃപ്പാദങ്ങളോട് പ്രാർത്ഥിച്ചുകൊണ്ട്, നാഗമ്പടത്തപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഒരു പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു 6 മാസം മുമ്പ് ഈ ശാഖയിലെ യൂത്ത് മൂവ്മെൻറ്റുകാരെ ഒരു 10-40 കിലോമീറ്റർ അകലെയുള്ള എന്നെ ജില്ലാ യൂണിയൻ്റെ അങ്ങേയറ്റത്തുള്ള എന്നെ കാണാൻ വന്നു. അവരുടെ ആവശ്യം
ഒരു കുടുംബത്തിന് ആകസ്മികമായി ഉണ്ടായ വിയോഗം, അതിനെ ഒരു ഹെൽപ്പ് ചെയ്യണം. അവരുടെ കുടുംബം, മക്കളും ഭാര്യയും അവർക്ക് താമസിക്കാൻ ഒരു വീടുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ചേട്ടനോടൊന്ന് സഹായിക്കണമെന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് ഒരു ചെറിയ പാറമടയും ഹൃദയവും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് കൊടുക്കുന്ന വീട് പണിയാനുള്ള സാധനമാണ് അവർ ആവശ്യപ്പെട്ടത്. സാമ്പത്തികമൊന്നും ആവശ്യപ്പെട്ടില്ല. ഏതായാലും അത് കൊടുക്കാമെന്നേറ്റു. അത് കൊടുത്തു. ഇവിടുത്തെ യൂത്ത് മൂവ്മെൻറ്റുകാരെ അന്വേഷിച്ച് ഒരു വീട് പണിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അവരെ തങ്കമൻ സാറ് ഉൾപ്പെടെ അവിടെ വന്നപ്പോൾ ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന യൂത്ത് മൂവ്മെൻറ്റുകാർ നമ്മുടെ ഒക്കെ ശാഖയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ച് പോവുകയായിരുന്നു. നല്ല മനസ്സുള്ള യൂത്ത് മൂവ്മെൻറ്റ് പ്രവർത്തകർ ഏറ്റെടുത്ത ആ ഉത്തരവാദിത്വം വളരെ ഭംഗിയായിട്ട് തന്നെ തീർത്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സമാപന മീറ്റിംഗ് ആണ്. അപ്പോൾ പങ്കെടുക്കണമെന്നും നോട്ടീസിൽ അടുത്ത് വന്നിരുന്നു. ഏതായാലും നല്ല മനസ്സുള്ള ഈ യൂത്ത് മൂവ്മെൻറ്റ് പ്രവർത്തകർക്ക് മേലും ഇതുപോലുള്ള ഒരു മനസ്സ് തുറന്ന് പോകട്ടെ. അതിനകത്ത് ഇനിയും മേലും എന്തെങ്കിലും ചെറിയ ആവശ്യങ്ങളുണ്ടെങ്കിൽ സമീപിക്കാവുന്നതാണെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ശാഖയോഗം നമ്പർ 26 മറിയപ്പള്ളി ശാഖയ്ക്കുള്ള ആദരവാണ് നൽകുന്നത്. ശ്രീ ചെറിയാൻ ടി വർഗീസ് ആണ്. ഷാനോ ശശിധർ ആണ് അവാർഡ് ഏറ്റുവാങ്ങുന്നത്. ചെറിയാൻ ടി വർഗീസ്. കേറ്റേഴ്സ് പാർക്കിലെ ചെറിയാൻ ടി വർഗീസ് അവർ വേദിയിലുണ്ട് എന്ന് കരുതുന്നു. അദ്ദേഹം വേദിയിലേക്ക് എത്തി അവാർഡ് ഏറ്റുവാങ്ങേണ്ടതാണ്. അതിനുശേഷമായി അപ്പു സൗണ്ട്സിലെ PN മുരളി അവർക്കാണ് ആദരവ് നൽകുന്നത്. ശ്രീ PN മുരളി അവർ അപ്പു സൗണ്ട്സ് ആദരവ് ഏറ്റുവാങ്ങുവാൻ എത്തിച്ചേരുക. മണർക്കാട് SNDP ശാഖായോഗത്തിന്റെ രവിപാര പാഠശാല വിദ്യാർത്ഥികൾ വേദിയിലേക്ക് എത്തുന്നു. മികച്ച പ്രവർത്തനമാണ്. അവർ യൂത്ത് മൂവ്മെന്റിന് തിരികെ ഒരു ആദരവ് നൽകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. മണർക്കാട് രവിപാര പാഠശാല വിദ്യാർത്ഥികളെയും അധ്യാപകരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിദ്യാർത്ഥികൾ യൂത്ത് മൂവ്മെന്റിന് തിരികെ ഒരു ഉപഹാരം തരുന്നത് അഭിലാഷിന്റെ ഭവനത്തിന് അഭിലാഷം എന്ന പേരിട്ടത് അവർക്ക് വളരെ ഹൃദ്യമായി തോന്നി. അതിനുള്ള ഒരു സമ്മാനമാണ് അവർ യൂത്ത് മൂവ്മെന്റിന് തിരികെ നൽകുന്നത്. തുടർന്ന് അഭിലാഷം പദ്ധതിയുമായി സഹകരിച്ച കുറച്ച് ആളുകളെ കൂടി ആദരിക്കേണ്ടതുണ്ട്. യൂത്ത് മൂവ്മെന്റ് കൗൺസിൽ യുവൻ സെക്രട്ടറി കൂടിയായ ശ്രീ ശരത് ഷാജിയാണ് അഭിലാഷത്തിന്റെ മുഴുവൻ പണിയുടെയും സൂപ്പർവൈസിംഗ് കർത്തവ്യം നിർവഹിച്ചത്. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശരത് ഷാജിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ അൻസു AT വേദിയിലേക്ക് എത്തിച്ചേരണം. ശ്രീ VS തങ്കപ്പൻ വേദിയിലേക്ക് എത്തിച്ചേരണം. SNDP യോഗം കോട്ടയം യൂണിയന്റെ അയ്മനം മേഖലാ കമ്മിറ്റി അംഗങ്ങൾ വേദിയിലേക്ക് എത്തിച്ചേരണം. ശ്രീ PK വൈശാഖിന് യൂത്ത് മൂവ്മെന്റ് ആദരവ് നൽകുന്നു. മേഖലാ കമ്മിറ്റിക്ക് ശേഷം വരേണ്ടത് ദീപക് സുഗതനാണ്. സുഗതന് ശേഷം വരേണ്ടത് M മധു അവർകളാണ്. PK വൈശാഖ് ആദരവ് ഏറ്റുവാങ്ങണം. തുടർന്ന് വരേണ്ടത് ശ്രീ അതുൽ C റജി അവർകളാണ്. അതിനുശേഷം അനിൽ വിദ്യാധരൻ അവർ വരണം. സ്വാമി ശിവനാരായണ തീർത്ഥസ്വാമികൾ വരണം. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച യൂത്ത് മൂവ്മെന്റ് യൂണിറ്റുകൾക്കുള്ള അവാർഡാണ് കൊടുക്കുന്നത്.
അതിലൂടെയൊക്കെ പങ്കെടുത്തിട്ട് നിങ്ങൾ മടങ്ങി പോകാവുള്ളൂ. അടുത്തതായി ശ്രീ ഗോപാലൻ തന്ത്രികൾക്കാണ് അവാർഡ്. തുടർന്ന് ശ്രീ ശശിധരൻ സിത്താര അവർകൾ വേദിയിലേക്ക് എത്തുക. ഷൈജു ശിവൻ ഒളശ അവർകൾ വേദിയിലേക്ക് എത്തുക. ശ്രീ എസ് ദേവരാജൻ അവർകൾ എത്തുക. SKM സാനിറ്ററി ആൻഡ് ഇലക്ട്രിക്കൽസിന്റെ ഉടമ KM ശശി അവർകൾ വേദിയിലേക്ക് എത്തി ആദരവ് ഏറ്റുവാങ്ങേണ്ടതാണ്. വേദിയിലേക്ക് എത്തി ആദരവ് ഏറ്റുവാങ്ങണം. യൂണിറ്റുകളെ ആദരിക്കുന്നു. അംഗത്വം എടുക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് SNDP. ട്യൂഷൻ സെന്ററുകൾ നടത്തുന്ന യൂത്ത് യൂണിയനുകളുണ്ട്. രവിവാര പാഠശാല കൃത്രിമ നടത്തുന്ന യൂത്ത് യൂണിയനുകളുണ്ട്. മെഡിക്കൽ കോളേജിൽ ഭക്ഷണ വിതരണം നടത്തുന്നു. ചികിത്സ സഹായങ്ങൾ നൽകുന്നു. കോവിഡ് സമയത്ത് നിരവധി സഹായ പദ്ധതികൾ നൽകിയവരുണ്ട്. പ്രളയ സമയത്ത് നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങൾ നൽകിയ യൂത്ത് യൂണിയനുണ്ട്. അഭിലാഷം ഉൾപ്പെടെ യൂത്ത് മൂവ്മെന്റിന്റെ യൂണിയൻ സമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മികച്ച രീതിയിൽ സാമ്പത്തിക സഹായം നൽകിയവരുണ്ട്. യൂണിയൻ തലത്തിൽ ലൈബ്രറി നടത്തുന്നവരുണ്ട്. പഠനയാത്രകള്, കലാകായിക മേളകള് ഒക്കെ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇവരെ അവാർഡിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. പേര് വിളിക്കുന്ന ക്രമത്തിൽ യൂത്ത് മൂവ്മെന്റ് യൂണിറ്റ് ഭാരവാഹികൾ വേദിയിലേക്ക് എത്തേണ്ടതാണ്. ആദ്യമായി എത്തേണ്ടത് അവരാണ് ക്ഷണിക്കുന്നത്. കുമരകം വടക്ക് യൂത്ത് മൂവ്മെന്റ് 225 പാവപ്പെട്ട കുട്ടികൾക്ക് ട്യൂഷൻ സെന്റർ ഉൾപ്പെടെ പാഠശാല ഉൾപ്പെടെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടന്നതിന് ശേഷം വരേണ്ടത് 352 തിരുവാർപ്പ്. SNDP യോഗം യൂത്ത് മൂവ്മെന്റ് യൂണിറ്റ് നമ്പർ 232 മാങ്ങാനമാണ്. നമുക്ക് അടുത്ത് വരേണ്ടത് രണ്ടാമതായി വരേണ്ടത് തിരുവാർപ്പാണ് 352. അതിനുശേഷം വരേണ്ടത് മാങ്ങാനമാണ് 232. യൂത്ത് മൂവ്മെന്റ് യൂണിറ്റ് നമ്പർ 376 ചെങ്ങളം വടക്കാണ്. 52 തിരുവാർപ്പാണ്. മാങ്ങാനം എത്തുക. അവാർഡ് വാങ്ങുക. ശേഷം കടന്നു വരേണ്ടത് 376 ചെങ്ങളം വടക്കാണ്. യൂത്ത് യൂണിറ്റ് നമ്പർ 79 മാങ്ങാനം അവരാണ് വരേണ്ടത്. അതിനുശേഷം വരേണ്ടത് യൂത്ത് മൂവ്മെന്റ് യൂണിറ്റ് നമ്പർ 15 മറിയപ്പള്ളി. 65 നമ്പർ പള്ളം എത്തുക. അതിനുശേഷം 15 നമ്പർ യൂത്ത് മൂവ്മെന്റ് യൂണിറ്റ് മറിയപ്പള്ളി. 4 നമ്പർ പൂവത്തുരുത്തി യൂത്ത് മൂവ്മെന്റ് ആണ് അടുത്തതായി എത്തേണ്ടത്. മൂവ്മെന്റ് എത്തിയതിനു ശേഷം യൂത്ത് മൂവ്മെന്റ് യൂണിറ്റ് നമ്പർ 65 പള്ളമാണ് വരേണ്ടത്. യൂണിറ്റ് നമ്പർ 15 മറിയപ്പള്ളിയാണ്. മറിയപ്പള്ളിക്ക് ശേഷം വരേണ്ടത് തമ്പലക്കാട് യൂത്ത് മൂവ്മെന്റ് യൂണിറ്റ് ആണ്. തമ്പലക്കാടിന് ശേഷം വരേണ്ടത് 397 നമ്പർ അയർക്കുന്നം യൂത്ത് മൂവ്മെന്റ് ആണ്. മറിയപ്പള്ളിക്ക് ശേഷം വരേണ്ടത് തമ്പലക്കാടാണ്. തമ്പലക്കാടിന് ശേഷം വരേണ്ടത് 397 അയർക്കുന്നം. 977 പാമ്പാടി യൂത്ത് മൂവ്മെന്റ് ആണ്. പാമ്പാടിക്ക് ശേഷം വരേണ്ടത് 319 നമ്പർ പുതുപ്പള്ളി യൂത്ത് മൂവ്മെന്റ് ആണ്. 319 പുതുപ്പള്ളി. 322 നമ്പർ വിജയപുരം യൂത്ത് മൂവ്മെന്റ് യൂണിറ്റ് ആണ്. 2966 നമ്പർ മെഡിക്കൽ കോളേജ് യൂത്ത് മൂവ്മെന്റ് യൂണിറ്റ് ആണ്. അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങാട് യൂത്ത് മൂവ്മെന്റ് 5 നാം ഇപ്പോൾ ആദരിച്ചുകൊണ്ടിരിക്കുന്നത്. പുതുപ്പള്ളിക്ക് ശേഷം വിജയപുരം ശേഷം മെഡിക്കൽ കോളേജ്. അതിനുശേഷം 908 നമ്പർ ആർപ്പൂക്കര യൂണിറ്റ്. മികച്ച പങ്കാളിത്തം വഹിക്കുന്നതാണത്. അതിനുശേഷം മാമ്പഴ കൂട്ടത്തിൽ മികച്ച പങ്കാളിത്തം നമ്മൾ നടത്തിയ കുട്ടികളുടെ അവധിക്കാല ക്യാമ്പായ മാമ്പഴ കൂട്ടത്തിൽ മികച്ച പങ്കാളിത്തം നടത്തിയ ശ്രീ ശാരദ കൂട്ടത്തിലെ മികച്ച പങ്കാളിത്തത്തിനുള്ള ഒരു അവാർഡ് അവർക്ക് നൽകുന്നു. ഒരു അവാർഡ് 5736 നമ്പർ മെഡിക്കൽ നിരവധിയായ കർമ്മപദ്ധതികൾ
നിരവധിയായ കുട്ടികൾക്ക് തുണയായി അവർ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ഇന്നിപ്പോൾ അഭിലാഷം ഭവന പദ്ധതിക്ക് നേതൃത്വം നടക്കുകയൊക്കെ ചെയ്ത യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സമിതിയുടെ കനക ജൂബിലിയാണ് നടക്കുന്നത്. ഈ കനക ജൂബിലി ആഘോഷങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ എന്നും ഓർമ്മകളെ സൂക്ഷിക്കുന്നതിനായി യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സമിതിക്ക് തന്നെ അവിടെ ഇന്നത്തെ പ്രവർത്തകരായിട്ടുള്ള 15 പേർക്ക് ഒരു മൊമെന്റോസ് നൽകി ഈ വേദി അഭിനന്ദനം അറിയിക്കുകയാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രിയങ്കരായ യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സമിതിയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയ ഓരോരുത്തരെയും ക്ഷണിച്ചു കൊള്ളുകയാണ്. അത് നൽകുന്നതിന് വേണ്ടി ഏറെ ബഹുമാനായ യോഗത്തിന്റെ കൗൺസിലർ, യൂത്ത് മൂവ്മെന്റിന്റെ സംസ്ഥാന പ്രസിഡന്റുമായ ശ്രീ സന്ദീപ് ബഷീർ അവരെയും ക്ഷണിച്ചു കൊള്ളുന്നു. പ്രസിഡന്റ് ശ്രീ ലിനേഷ് ഡി ആക്കളം, സെക്രട്ടറി ശ്രീ സുമോദ്, വൈസ് പ്രസിഡന്റ് ശ്രീ സനോജ് എസ്, കേന്ദ്ര സമിതി അംഗം ശ്രീ ബിപിൻ ഷാ, കേന്ദ്ര സമിതി അംഗം ശ്രീ യുജീഷ് ഗോപി, ജോയിന്റ് സെക്രട്ടറി ശ്രീ ശരത് ഷാജി, ജോയിന്റ് സെക്രട്ടറി ശ്രീ അനന്തൻ ചെറിയ, കൗൺസിൽ അംഗങ്ങൾ ശ്രീ ആദർശ് മോഹൻ, ശ്രീ സുബിൻ സുരേഷ്, ശ്രീ നിശാന്ത് ടി എൻ, ശ്രീ സനീഷ് സതീശൻ, ശ്രീ വി കെ ശ്രീയാനന്ദ്, കൗൺസിലർ ശ്രീ പി കെ വൈശാഖ്, കൗൺസിലർ ശ്രീ അരവിന്ദ് സുകുമാരൻ. പ്രിയമുള്ള യൂത്ത് മൂവ്മെന്റിന്റെ ഭരണസമിതി അംഗങ്ങൾക്ക് ഓർമ്മച്ചപ്പുകളിൽ സൂക്ഷിക്കുവാനുള്ള മൊമെന്റോസ് നൽകി ആദരിച്ചിരിക്കുകയാണ്. സംഘടനാപരമായുള്ള പ്രവർത്തനങ്ങളിൽ അവർക്ക് കൂടുതൽ ഉന്നത ശ്രേണികളിൽ എത്തുവാൻ സാധിക്കട്ടെ എന്ന് ഗുരുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ ഈ പരിപാടി ശരിക്കും നമുക്ക് ഏറെ തിളക്കമുള്ള ഒന്നാണ്. എന്ന് വെച്ചാൽ ഒത്തിരി രാഷ്ട്രീയക്കാരും ഒത്തിരി ആൾക്കാർ, സംഘടനക്കാരും ഒക്കെ വീടുകളും ഓരോ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷെ ഇത് ഏറെ തിളക്കമുണ്ട്. 150 ദിവസം കൊണ്ട് ഒരു അത്ഭുതം എന്ന് തന്നെ വേണം പറയാനായിട്ട്. 150 ദിവസത്തിനുള്ളിൽ ഇത്രയും ഭംഗിയുള്ള മനോഹരമായ സ്വപ്നം, അഭിലാഷിന്റെ സ്വപ്നം, അത് ഇത്രയും ഭംഗിയായിട്ട് കൊടുക്കാൻ പറ്റിയ ഈ ശരിക്കും ഈ ചെറുപ്പക്കാർ ലിനീഷ്, സുമോ, സനോജ്, അവരുടെയൊക്കെ 150 ദിവസത്തെ കഷ്ടപ്പാടെന്ന് തന്നെ പറയാം. അവര് ചിലപ്പോ ഈ 150 ദിവസം ഉറങ്ങിയിട്ട് കാണില്ല, അവര് ഭക്ഷണം കഴിച്ച് കാണില്ല. അത് പക്ഷെ ആരും ഈ സ്റ്റേജിൽ പറഞ്ഞില്ല കേട്ടോ. അതെന്ന് വെച്ചാൽ അവരുടെ കൊടുക്കാൻ ഇപ്പൊ സംഭാവന ചോദിച്ചാൽ കൊടുക്കാൻ ഒത്തിരി പേര് കാണും. പക്ഷെ അത് കോർഡിനേറ്റ് ചെയ്ത് ആ ഭംഗി ഇത്രയും എല്ലാവരെയും ഇപ്പൊ ഒരു വീടിന്റെ പ്ലാൻ വരച്ചു കിട്ടി അതിലും മനോഹരമായിട്ട് തന്നെ അത് ചെയ്തു തീർത്ത് അവര് ഇന്നത്തെ ദിവസമായിരിക്കും ചിലപ്പോ, ഇന്ന് രാത്രിയായിരിക്കും ചിലപ്പോൾ അതിലൂടെ തുടങ്ങുന്നത്. നമ്മൾ അതുപോലെ കഷ്ടപ്പെട്ട് നമ്മുടെ കൺമുന്നിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ്. നമ്മുടെ വീടിനടുത്ത് തന്നെയാണ്. എത്ര ദിവസം ഒത്തിരി പേരുടെ കഷ്ടപ്പാട്. സത്യം പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഈ ചെറുപ്പക്കാരുടെ ഊർജ്ജം ഇനിയും ഉണ്ടാവട്ടെ എന്ന്, ഇനിയും തുടർന്ന് ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ വന്ന് കൂടിച്ചേർന്ന ഈ സന്തോഷത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എനിക്ക് നമസ്കാരം. ഏറെ സന്തോഷവും അതോടൊപ്പം തന്നെ അതിൻ്റെ ഈ ഒരു ഉദ്യമത്തിന് ഒരു ഭാഗമാകാൻ സാധിച്ചത് ഗുരുദേവന്റെ കൃപാകടാക്ഷം വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു 5 മാസം കൊണ്ട് ഈ വീടിന്റെ പണികൾ പൂർത്തിയാകുന്ന ഈ ഒരു അവസരത്തിൽ കഴിഞ്ഞ ഒരു 2 ആഴ്ച കാലമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ട് നിന്നുകൊണ്ട് ശ്രീ സുമോദന് ഇവിടെ എത്തിച്ചേരുവാൻ ചില സാഹചര്യങ്ങളോ അല്ലെങ്കിൽ രാവിലെ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളപ്പോൾ തന്നെ എന്നെ വിളിച്ചറിയിച്ചുകൊണ്ട് രാവിലെ ഞാൻ എൻ്റെ ഓഫീസിലേക്ക് കടയിലേക്ക് പോകുന്ന വഴി തന്നെ ഇവിടെ എത്തിച്ചേരുകയും ഇവിടെ എത്ര പണിക്കാരുണ്ട്
അവരെന്തൊക്കെ ചെയ്യുന്നു, അവർക്ക് എന്തൊക്കെ മെറ്റീരിയൽ വേണം, അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ എത്തിച്ചു കൊടുക്കുവാൻ സുബോധനോട് ഞാൻ ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അതൊക്കെ എത്തിച്ച് കൊടുത്തുകൊണ്ട് ആ പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുവാനും അതോടൊപ്പം തന്നെ ഈ അഭിലാഷം എന്ന ഈ മഹത്തായ യുദ്ധമുന്നന്റെ ഈ ഒരു സ്വപ്ന പദ്ധതിയിൽ എല്ലാവിധ ആശംസകളും കോട്ടയം സൈബർ സേനയുടെ പേരിൽ ഞാൻ അറിയിക്കുന്നു. ഒപ്പം ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ചുക്കാൻ പിടിച്ച യുദ്ധമിന്റെ എല്ലാ പ്രവർത്തകർക്കും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് തീർക്കുന്നു. ധർമ്മം ജയിക്കട്ടെ. പ്രിയപ്പെട്ട സജീഷ്, എല്ലാവർക്കും വേണ്ടിയുള്ള ആശംസ സജീഷ് നമ്മെ അറിയിക്കുന്നതായിരിക്കും. അധ്യക്ഷ വേദിയെ അഭിസംബോധനമാക്കുന്ന മഹത്തുക്കളെ, അധ്യക്ഷ വേദിയോടൊപ്പം ഗാനമുള്ള സദസ്യരെ എല്ലാവർക്കും ആദരവോടെ നമസ്തേ. 9 വാർഡുകൾ പിന്നിട്ട യൂത്ത് മൂവ്മെന്റിന്റെ യൂണിയൻ സമിതിയുടെ കനക ജൂബിലിക്കും അഭിലാഷവും 1-ാം നമ്പർ SNDP യൂണിയനിൽ നിന്ന് ഒരു പുതിയ ഉണർത്തുപാട്ടായി മുന്നോട്ട് പോകുവാനുള്ള ചാലകശക്തിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും എല്ലാവർക്കും വേണ്ടി നിന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ. ധർമ്മം ജയിക്കും. സൈബർ സേന അഭിലാഷത്തിനുള്ള ഫണ്ട് ഇപ്പോൾ വേദിയിൽ വെച്ച് കൈമാറുകയാണ്. സൈബർ സേന അവരുടെ ഫണ്ട് ഇപ്പോൾ യൂത്ത് മൂവ്മെന്റിന് കൈമാറുക. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വനിതാ സംഘം ഭാരവാഹികളെ ക്ഷണിക്കുന്നു. നമ്മുടെ പന്തൽ വർക്കുകളും മറ്റുമൊക്കെ നിർവഹിച്ചിട്ടുള്ള അദ്ദേഹം വേദിയിലെത്തി ആദരവ് ഏറ്റുവാങ്ങണം. ശ്രീ സനാദ് ശശി അവർകൾ വേദിയിലേക്ക് എത്തിച്ചേരണം. ശ്രീ VN സതീശൻ അവർകൾ വേദിയിലെത്തി അവാർഡ് ഏറ്റുവാങ്ങണം. തുടർന്ന് ശ്രീമതി ധന്യ ഗിരീഷ് അവർകൾ ആദരവ് ഏറ്റുവാങ്ങണം. സജി CM മാന്നാനം അവർകൾ ആദരവ്. അടുത്തതായി അവാർഡ് എനിക്ക് മുമ്പേ യൂത്ത് യൂണിയൻ സെക്രട്ടറി സുമോദും നിനീഷും ഒക്കെ വളരെ വിശദമായി സംസാരിച്ചു. കാരണം നമുക്കൊക്കെ അറിയാം, യൂത്ത് മൂവ്മെന്റ് ഒരു വലിയ വെല്ലുവിളി ആണ് ഏറ്റെടുത്തത്. ഏകദേശം 6 മാസം 180 ദിവസം കൊണ്ട് ഒരു ഭവനം നിർമ്മിക്കുവാൻ ഞങ്ങൾ ആദ്യം തന്നെ തീരുമാനിക്കുകയും വളരെ വേഗം തന്നെ അത് ഈ ജൂൺ മാസം അല്ലെ ജൂലൈ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് അവർക്ക് വേണ്ടി സമർപ്പിക്കണം. കാരണം അഭിലാഷം എന്ന് പറഞ്ഞാൽ ഒരു യൂണിയൻ ഡ്രൈവറിനുപരി ഞങ്ങളുടെ യൂത്ത് മൂവ്മെന്റ് യൂണിയൻ ഭാരവാഹികളോടൊപ്പം എന്നും എപ്പോഴും യൂണിയൻ ഓഫീസിൽ ചെല്ലുമ്പോൾ ഞങ്ങളൊരു സഹോദരനെ പോലെ ഞങ്ങളെല്ലാ കാര്യങ്ങളും തിരക്കുകയും ഒരു സംഘടനാ പ്രവർത്തനത്തിലൊക്കെ ഞങ്ങളോട് വളരെയധികം അടുത്ത് നിൽക്കുകയും ചെയ്ത ഞങ്ങളുടെയൊക്കെ ഒരു സഹോദരനാണ്. അപ്പൊ അഭിലാഷിന്റെ ആകസ്മികമായ മരണം യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സമിതിയെ സംബന്ധിച്ചിടത്തോളം വളരെ നഷ്ടമുണ്ടാക്കിയ ഒരു സംഭവമാണ്. കാര്യം ഞങ്ങളൊക്കെ യൂത്ത് മൂവ്മെന്റിന്റെ ഭാരവാഹികളാണ് അവിടെ ചെല്ലുമ്പോഴാണ് അഭിലാഷ് ആദ്യമായിട്ട് ആ യൂണിയന്റെ ഡ്രൈവറായി അവിടെ എത്തിച്ചേരുന്നത്. അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ വളരെ നന്നായി അറിയാവുന്ന ആളാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ഭാര്യ എൻ്റെ കൂടെ എൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ ഓഫീസിൽ ആദ്യം വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഒരു വീട് എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. സ്വന്തമായ ഒരു ഭവനം ഉണ്ടാക്കുക. അതിനുവേണ്ടി പല തരത്തിലുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും അതെല്ലാം പരാജയപ്പെട്ടു. എങ്കിലും അഭിലാഷിന്റെ മരണശേഷം യൂത്ത് മൂവ്മെന്റ് ആ വലിയ ദൗത്യം ഏറ്റെടുക്കുകയും ഈ സമുദായത്തിലെയും നമ്മുടെ സമുദായ സംഘടനയിലെയും അല്ലാത്തതുമായ നിരവധി സുമനസ്സുകളുടെ സഹായത്തോടുകൂടിയും ഈ വലിയ ഒരു അഭിലാഷം എന്ന് പേരിട്ടിരിക്കുന്ന അഭിലാഷം സാധിക്കുവാൻ യൂത്ത് മൂവ്മെന്റ് സാധിച്ചു. അതിന് വളരെയധികം യൂത്ത് മൂവ്മെന്റിന്റെ പ്രസിഡന്റ് ശ്രീ നിനീഷും ഞങ്ങളെക്കാളൊക്കെ ഉപരി യൂത്ത് മൂവ്മെന്റിന്റെ സെക്രട്ടറിയായ ശ്രീ സുബോധ്, അതുപോലെ തന്നെ ശ്രീദേവ്, വിരുഷ, അതിന്റെ ഞങ്ങളുടെ ഒരു എക്സിക്യൂട്ടീവ് നേതൃത്വത്തോടൊപ്പം ജ്യോതിഷിനോടൊപ്പം ഒക്കെ ഞങ്ങളുടെ കൗൺസിൽ അംഗങ്ങൾ ഒരുപോലെ ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ വലിയ ഒരു അഭിലാഷം സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിച്ചത്. അതുപോലെ തന്നെ ഇത് കോട്ടയം യൂത്ത് മൂവ്മെന്റിന്റെ 50 വർഷങ്ങൾ ഗോൾഡൻ ജൂബിലി വർഷമാണ്. ആ വർഷത്തിൽ ഈ ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നതിനും വിവിധ ഈ യൂണിയനിലെ നമുക്കറിയാം ഏകദേശം 18 യൂണിറ്റുകളെ നമുക്ക് ആദരിക്കാൻ സാധിച്ചു. ആ യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ ചുമ്മാ സംഘടന പ്രവർത്തനങ്ങൾ മാത്രം നടത്തുന്ന യൂണിറ്റുകളല്ല, സമൂഹത്തിലെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് ബ്ലഡ് ബാങ്കുകളെ സൃഷ്ടിച്ചുകൊണ്ട് ആവശ്യമുള്ളവർക്ക് മെഡിക്കൽ കോളേജുകൾ ആശുപത്രികളിലേക്ക് രക്തം കൊടുക്കുക, നിരുപാന പാഠശാലകൾ സ്ഥാപിക്കുക, അതുപോലെ ട്യൂഷൻ സെന്ററുകൾ, അതുപോലെ പൈസ ചലഞ്ച് നടത്തിക്കൊണ്ട് കടം കണ്ടെത്തിക്കൊണ്ട് സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുക, അതുപോലെ ആത്മീയ ചലഞ്ചുകൾ കണ്ടെത്തിക്കൊണ്ട് വിവിധ സേവനങ്ങൾ നടത്തുക. അങ്ങനെ നിരവധി യൂണിറ്റുകൾ, ചലനാത്മകമായ നിരവധി യൂണിറ്റുകൾ നമുക്ക് കീഴിൽ കൊണ്ടുവന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇത്രയും വലിയ ഒരു സദസ്സിൽ നിന്നുകൊണ്ട് ഈ യൂണിറ്റുകൾ യാതൊരു ഏറ്റുവാങ്ങിയത്. അപ്പോൾ ഒരു പുതിയ ഒരു തലമുറയെ സൃഷ്ടിച്ച് ഈ
മുമ്പ് മുൻ ഭാരവാഹികൾ രണ്ടുപേരും എത്തിച്ചേർന്നതാണ് ഉപഹാരം വാങ്ങിക്കാൻ വേണ്ടി കാര്യം ഞങ്ങളുടെയൊക്കെ സംഘടനാ പ്രവർത്തനത്തിൽ എൻ്റെ സുഹൃത്തിൻ്റെ യൂണിവേഴ്സിറ്റിയൊക്കെ മാതൃകയാണ് ഞങ്ങൾ ചെയ്യാൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയപരമായി നന്ദി പറഞ്ഞുകൊണ്ട്